النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا باسع الكرم وعلم أمة محمد صلى الله عليه وسلم ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ് ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. വേദിയിൽ ഉപസ്ഥരായ ബഹുമാന്യരായ സയ്യിദുവറുകളെ, മറ്റു പണ്ഡിത മഹത്തുക്കളെ, സംഘാടകരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപങ്ങന്മാരെ, അള്ളാഹു നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇവിടെ സംഘടിപ്പിച്ചിരുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണ മജ്ലിസിന്റെ അവസാനത്തെ ദിവസമാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മജ്ലിസ് നൂറ് കഴിഞ്ഞു. നിങ്ങളിപ്പോ ദുആ ചെയ്തു, നിങ്ങളിപ്പോ ദുആയും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, പിന്നെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹ്, അനുബിധങ്ങളെ കുറിച്ച് അൽഹംദുലില്ലാഹ് മനോഹരമായ രീതിയിൽ വിളിക്കാതെ കിട്ടിയ ഒരതിൽ അൽഹംദുലില്ലാഹ് ബഹുമാന്യനായ ഉസ്താദ് അവറുകൾ വളരെ മനോഹരമായ രീതിയിൽ, സത്യം പറഞ്ഞാൽ നിർത്തല്ലേ എന്ന് വിചാരിച്ചു, ചങ്ങാതി നിർത്തി. കാരണം നബിതങ്ങളോടുള്ള ആ ഒരു മഹബത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു വല്ലാത്ത ആനന്ദമാണ്, വല്ലാതെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്തി നബിയുടെ ശഫാഅത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായ രീതിയിൽ ഉസ്താദ് യാദർശികമാണെങ്കിലും കേരളത്തിൽ പരിപാടി കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഇവിടുത്തെ മഖാമ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒന്ന് വന്നതാണ്. അൽഹംദുലില്ലാഹ് എപ്പോഴും ഒരു അവസരം കിട്ടി. അൽഹംദുലില്ലാഹ് കുറച്ചേരെങ്കിലും ഇൽമ പഠിക്കാൻ കഴിഞ്ഞല്ലോ. അല്ലാഹു ഉസ്താദ് അവരുടെ ശബ്ദം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവിടുത്തെ ദുആയിക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം ഇരിക്കല്ലേ, എന്തിപ്പോ 3 ദിവസമായപ്പം അടുത്ത കുറച്ച്. അപ്പൊ എഴുന്നേറ്റ് വന്നെല്ലാവരും അൽഹംദുലില്ലാഹ്. കുറച്ചുപേര് മുന്നേ സഹോദരിമാർക്കൊന്നും ഇരിക്കാൻ കസേരയില്ല, ഇവിടെ കാലി വെക്കാൻ കസേരയുണ്ട്. ഒന്ന് കയറിയിരുന്ന ഫ്രണ്ടിലോട്ട്, നിങ്ങളൊന്ന് ഫ്രണ്ടിലോട്ട് കയറിയിരുന്ന അവിടെ കസേര, ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്ന കസേര ഒന്ന് ഒഴിവാക്കി കൊടുത്തേ. സഹോദരിമാർക്ക് പുറത്ത് നിൽക്കുക താത്താമാര്. നിങ്ങൾ അതിഥിക്ക് ഭക്ഷണം കൊടുക്കണമെന്നാ പാവം കൊണ്ട് 10 ദിവസം കഴിച്ചായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം കൊടുത്തിട്ട് നാളെ രാവിലെ പോകണ്ട. കേറിക്ക് എല്ലാരും കേറിക്കും. അപ്പന അവനവന്റെ കാര്യം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, എല്ലാരും കേറിയിരിക്കും ഇൻഷാ അല്ലാഹ്. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് ഉപ്പമാര് എന്നോട് പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. നമ്മൾ പറഞ്ഞ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഈ ലോകത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ബറക്കത്ത് കൊണ്ട് ആ രണ്ട് ഉപ്പമാർക്കും അല്ലാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ ഉപ്പമാരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രസരിക്കല്ലേ. ഖത്തീബ് ഉസ്താദിനെയും ചേട്ടനെയും അനിയനെയും കണ്ടാൽ ഒന്നുപോലെ തന്നെ ഇരിക്കുന്നു. എനിക്കിതുവരെ തിരിയാത്തതാണ്. ജ്യേഷ്ഠനും അനിയനും ഞാൻ എപ്പോഴും ഉസ്താദെ ഉസ്താദെന്ന് വിളിക്കും. അപ്പം പറയും ഞാൻ അനിയനാ ഉസ്താദെ, കാക്ക അവിടെ നിൽക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇപ്പൊ കഴിച്ചിട്ട് അപ്പൊ ഞാൻ ഇത് നോക്കിക്കോളാം. ഖത്തീബ് ഉസ്താദിനെ അൽഹംദുലില്ലാ രണ്ടുപേരും ഒരേപോലെ ദാടിയും തലപ്പാവും. അൽഹംദുലില്ലാ അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാണ്. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് നബിതങ്ങളെ ഒന്ന് സ്വപ്നം കാണാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണണോ വേണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലേ വേണ്ടേ? കാണണം. നമുക്ക് നബിതങ്ങളെ കാണണ്ടേ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അരക്കയ്യന്മാർ അതിനകത്തുണ്ടോ ഉടച്ചേന? അൽഹംദുലില്ലാ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. കാണാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് കാണാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? അൽഹംദുലില്ലാ 12 മണി വരെ അവിടെ ഇരിക്കും. 12 മണിക്ക് ഇന്ന് നിർത്തത്തുള്ളൂ ഇൻഷാ അല്ലാഹ്. അതിന് കൂടിയാലേ ഉള്ളൂ. 10:30 ഇപ്പൊ തന്നെ. ഇൻഷാ അല്ലാഹ് എനിക്ക് നാളെ രാവിലെ നാട്ടിൽ പോകാനുള്ളതാണ്. എത്ര തിരക്കൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു പഠിക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂട്ടുകാരില്ലാത്ത ആരുമില്ല. ഇരിക്കണ എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. ആണിനും പെണ്ണിനും പ്രായമുള്ളവനും ചെറുപ്പക്കാരനും കുട്ടികൾക്കും എല്ലാവർക്കും ഫ്രണ്ട്സുകളുണ്ട്. കൂട്ടുകാരില്ലാത്ത ആരുമില്ല. എന്തിനാണ് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത്? സത്യത്തിൽ ഒരു കൂട്ടുകാരൻ ആരാ? എന്തിനാണ് ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നത്? കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദുഃഖത്തിലും സന്തോഷത്തിലും നിന്റെ കൂടെ നിൽക്കുന്നവനാ കൂട്ടുകാരൻ. അല്ലാതെ സന്തോഷം വരുമ്പോ കൂടെ, കാര്യം കഴിയുമ്പോ പ്രയാസം വരുമ്പോ കളഞ്ഞിട്ട് പോകലല്ല. അതാ തഴവുസ്താദ് പറഞ്ഞത്, പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ പിന്നെ കൂട്ടുകാരൻ മാത്രമാ. നേട്ടം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ട്. പണവും അധികാരവും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന സമയത്താണ് ഒരു ഫ്രണ്ടിന്റെ വില നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമുക്കൊരു പ്രയാസമുണ്ടാകുന്ന സമയത്ത് നമ്മളെ സഹായിക്കുവാനും നമ്മുടെ കൂടെ നിൽക്കാനുമാണ് നമ്മളൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന ചിലര് പറയാറുണ്ട്, ഉസ്താദ് എന്റെ വാപ്പയാണ് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. ഞാനും ഉപ്പായും ഞാനും തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഉമ്മയാണ് എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദെ എന്റെ സഹോദരനാണ് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അങ്ങനെ പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ചില ചെറുപ്പക്കാര് പറയുന്നത് ഇവൻ എന്റെ ചങ്കാന്നാ പറയുക കൂട്ടുകാരനെ. അത്രത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നീ എത്ര കണ്ട് സ്നേഹിച്ചാലും, നീ എന്തൊക്കെ വാരിക്കോരിക്കൊടുത്താലും, നീ എന്തെല്ലാം സഹായം ചെയ്താലും, നമ്മൾ സ്നേഹിക്കുന്നവര് മുഴുവനും നമ്മളെ ഒരു ദിവസം കളഞ്ഞിട്ട് പോകുന്നവരാ. അതാരുമാകട്ടെ, നമ്മൾ എത്ര കണ്ട് സ്നേഹിച്ചാലും ആ സ്നേഹിക്കുന്നവര് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകുന്ന സമയം
ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ടാകുന്ന സമയം നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും നമ്മളെ കളഞ്ഞിട്ട് പോകുമെങ്കിൽ എപ്പോഴാണ് കളഞ്ഞിട്ട് പോകുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പടച്ചവനെ, നീ ഒരു ദിവസം മരണപ്പെടുമല്ലോ. പള്ളിയുടെ മിനാരത്തിലൂടെ നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാ, പടച്ചവനെ, നിന്റെ ജനാസ കുളിപ്പിക്കുകയാ. അവസാനം 3 കസ്റ്റം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തിയിട്ട് നിന്റെ ജനാസ പൊതിയുന്ന സമയമുണ്ടല്ലോ. അതാ ജനാസ പൊതിയ സമയമാകുമ്പോ അവസാനമായി നിന്നെയൊന്ന് കാണുന്നതിന് വേണ്ടി ജനങ്ങൾ മുഴുവനും നിന്റെ വീടിനകത്ത് തിരക്ക് കൂട്ടുമ്പോ നീ സ്നേഹിച്ചവൻ വിളിച്ചു പറയുകയാ, അതാ പറയുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോ, സിറാജിനെ കാണേണ്ടവര് മുഴുവനും കണ്ടോ. ഓരോ മനുഷ്യരെയും കിടത്തിയിട്ട് നീ സ്നേഹിച്ചവരാ പറയുന്നത്. നിന്റെ വാപ്പ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ കൂട്ടുകാര്, അവര് വിളിച്ചു പറയുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോ, ഇതാ പുതിയ പോകുകയാ. അങ്ങനെ തിരക്കുകൂട്ടി അവസാനമായൊന്ന് കാണാൻ, നിന്റെ ജനാസ കാണാൻ തിരക്ക് കൂട്ടിയപ്പോ നീ സ്നേഹിച്ചവര് തന്നെ പറയുകയാ, കണ്ടതൊക്കെ മതി പൊതിയാൽ, കാണിച്ചതൊക്കെ മതി, എത്രയും പെട്ടെന്ന് പൊതിയണം, കൊണ്ടുപോയി നിസ്കരിച്ച് കബറടക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ 3 കസ്റ്റം വെള്ളത്തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. 3 കെട്ടുകൾ കെട്ടി പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനത്തിനകത്തേക്ക് നിന്നെ എടുത്തും മലർത്തിക്കടത്തുമല്ലോ. ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരയുന്ന സമയമപ്പോഴാ, ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമപ്പോഴാ. പടച്ചവനെ, വല്ലാത്ത കരച്ചലാണല്ലോ. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന സമയമാ. ഉമ്മ കരയുന്നുണ്ട്, ഉമ്മ കരയുന്നുണ്ട്. തന്റെ പൊന്നാര മകന്റെ ജനാസ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോ ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. പോവുകയാണോ മോനെ? ഉമ്മയെക്കാൽ മുമ്പേ നീ പോവുകയാണോ? ഇനി എന്നാണടാ കാണുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, മരണ വീട്ടിൽ ഒരുപാട് ജനങ്ങൾ ഒരുമിച്ചുകൂടി. എന്നാ ആ ജനാസ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുമ്പോ, ജനാസ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ മരണ വീട്ടിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ നിന്റെ കൂടെ വരാറില്ല. ആ വീട്ടിൽ നിറയും ജനമായിരുന്നു. എന്നാ നിന്റെ മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോ ആ വന്നവര് പടച്ചവനെ രണ്ടായി തിരിയുകയാണ്. ഒരു വിഭാഗം നിന്റെ കൂടെ വരുന്നു, മറ്റു വിഭാഗം അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു. അങ്ങനെ അവസാനം നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. പള്ളിക്കകത്തേക്ക് കൊണ്ടുവച്ചു. മയ്യത്ത് നമസ്കാരത്തിന് പള്ളി നിറയെ ആളുണ്ടായിരുന്നു. അന്നാ പടച്ചവനെ, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ പള്ളി നിറയെ ആളുണ്ടായിരുന്നു നിസ്കരിക്കാൻ. എന്നാ ആ നിസ്കരിച്ചവര് മുഴുവനും നിന്റെ കൂടെ നിന്റെ വീട് കാണാൻ വരുന്നില്ല. അങ്ങനെ കുറച്ചുപേര് നിന്റെ ജനാസ ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുചെന്നിട്ട് പണിതിട്ടിരിക്കുന്ന പുതിയ വീടിനകത്തേക്ക് നിന്റെ ജനാസ ഇറക്കി വെച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പിടിമണ്ണുവാരി പലക നിരത്തികെട്ടോ മണ്ണുവാരിയിടുകയാ. അങ്ങനെ അതാ അവസാനം പള്ളിപ്പറമ്പിൽ വന്നവരിൽ നിന്ന് കുറച്ചുപേര് പിരിച്ചു പോവുകയാണ്. ഖതീബ് വന്നു, അവിടുന്ന് യാസീൻ ഓതി, അവിടുന്ന് ദുആ ചെയ്യുകയാ.
നിന്ന് ദുആ ചെയ്തു. അങ്ങനെ അവസാനം നിന്റെ ചാരത്ത് നിന്നവർ മുഴുവനും ദുആ ചെയ്ത് കഴിഞ്ഞ് സ്വലാത്ത് പറഞ്ഞു. എന്നിട്ട് പറയുന്നു അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എല്ലാവരും പറയുന്നു മഅസ്സലാമ. എടോ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണെന്ന് പറയുന്ന ഒരു കുഴിക്കകത്ത് കൊണ്ടുപോയി നിന്നെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് പലക നിരത്തിയിട്ട് ഒരൽപ്പം പോലും വെളിച്ചമുണ്ടാകാതിരിക്കാൻ ആ വെളിച്ചമടിക്കുന്ന സ്ഥലം പോലും ഇലകൾ പറിച്ച് അടച്ചു വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് 2 ചെടിയും നട്ട് വെള്ളമൊഴിച്ചിട്ട് എല്ലാവരും നിന്നോട് പറയുന്നു മഅസ്സലാമ. നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് നരകത്തിലല്ല, അത് സ്വർഗത്തിലല്ല, അത് മഹ്ശറയിലല്ല, എടോ അത് ദുനിയാവിലല്ല. നീ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ആ ഏകാന്തതയുടെ വീടേതെന്നറിയുവോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിലാവാപ്പാ. അവിടെയാണ് സഹായം വേണ്ടത്, അവിടെയാണ് കൂട്ടുവേണ്ടത്. അപ്പൊ നീ പറഞ്ഞു നിന്റെ ചങ്കാണെന്ന്, നിന്റെ കരളാണെന്ന്, ഇതാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് ഞാനും നിങ്ങളും പറയുന്നല്ലോ. ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ആരാ നിന്റെ കൂടെ വരുന്നത്? എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറിനകത്ത് ഇറക്കി വെച്ച് 3 പിടി മണ്ണും വാരി ഇട്ടിട്ട് പറയും അസ്സലാമു അലൈക്കും ടാറ്റ, ഇനി കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് വാപ്പാടെ ഖബറിന്റെ ചാരത്താ മോനിരിക്കുന്നത്? ഏത് ഉമ്മയുടെ ഖബറിന്റെ ചാരത്താ മക്കളിരിക്കുന്നത്? ഏത് ചങ്കാടാ പള്ളിപ്പറമ്പിൽ മീസാങ്കല്ലിന്റെ ചാരത്തിരിക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹായം വേണ്ട സമയം ആ ഖബറിൽ കിടക്കുമ്പോഴാണ്. കാരണം നീ ഒറ്റയ്ക്കിരിക്കാൻ നിനക്ക് പേടിയാ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലമില്ല, ഒറ്റയ്ക്ക് ജീവിച്ച് നമുക്ക് പരിചയമില്ല. അപ്പൊ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് ഒറ്റയ്ക്ക് കൊണ്ട് കിടത്തുമ്പോ കൂട്ടുകാരൻ അവിടെ വേണ്ടേ? അവ അവിടെ കൊണ്ട് ഇട്ടിട്ട് തിരിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഏറ്റവും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നതാരാ? ആരാ ഏറ്റവും അവസാനം പോണേ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? ഒരു മയ്യത്ത് ഖബറടക്കിയിട്ട് ഏറ്റവും അവസാനം ആ ഖബറിന്റെ ചാരത്ത് നിന്ന് പോകുന്ന ആളാരാ? ഖബർ വെട്ടുന്നവൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് ആര് എന്റെ മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല, അവന്റെ കൂന്താലിയും മുമ്മട്ടിയൊക്കെ റെഡിയാക്കണ്ടേ? എത്ര ഉണ്ട്. മക്കളൊക്കെ എപ്പോഴും പോയിട്ടുണ്ടാകും, മക്കളൊക്കെ എപ്പോഴും വീടെത്തിയിട്ടുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര കണ്ട് സ്നേഹിച്ചാലും ഈ സ്നേഹിച്ചവരവിടെ വരെ വരൂ. എന്നാ അവിടെ വരെയല്ല, അവിടെ അങ്ങോട്ടും നമ്മുടെ കൂടെ വരുന്ന ചില കൂട്ടുകാരുണ്ട്. അവരെയാണ് ഫ്രണ്ട്സ് ആക്കേണ്ടത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടാ, അവിടെ മാത്രമല്ല, അവിടം മുതൽ പിന്നെ അങ്ങോട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം വരെ നിന്റെ കൂടെ വരുന്ന ഒരു കൂട്ടുകാരന് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. അവൻ പെരുവഴിയില് കളഞ്ഞിട്ട് പോകത്തില്ല പെങ്ങള്, തേച്ചിട്ട് പോകുന്നവനല്ല. അള്ളാഹുവിന്റെ സ്വർഗം ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. അള്ളാന്റെ സ്വർഗത്തിൽ നിന്നെ കൊണ്ടുവിടുന്ന ഒരു കൂട്ടുകാരനെ പറഞ്ഞു തരാ. അവിടെ വരെ നിന്റെ കൂടെ വരണമല്ലോ. അങ്ങനെയുള്ള കൂട്ടുകാരനാണ് അവന്. അങ്ങനെ ഒരു ചങ്ങാതിയെ പറഞ്ഞു തരട്ടെ. പെരുവഴികളെ കളഞ്ഞിട്ട് പോകുന്നവനല്ല. അല്ലാഹുവേ, നിന്റെ കൂടെ നാളെ സ്വർഗം വരെ വരുന്ന കൂട്ടുകാരനാരാ? നമ്മളെ പോലെ നടക്കുന്നവനല്ല. കണ്ട കുടിച്ച് കഞ്ചാവടിച്ച് മയക്കുമരുന്നടിച്ച് നിസ്കരിക്കാതെ പടച്ച റബ്ബിനെ മറന്നിട്ട് ധിക്കാരികളെ പോലെ നടക്കുന്നവനല്ല. പിന്നെ ആരാണ് നമ്മുടെ ഏറ്റവും നല്ല ചങ്ങാതി എന്നറിയോ? നമ്മുടെ കൂട്ടുകാരൻ ആരാണെന്നറിയോ? ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ.
അല്ലാഹുവിന്റെ കൽപ്പനകളെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അല്ലാഹുവിന്റെ കോടാനി കോടാനി വരുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളെ കൂട്ടുകാരനാക്കണം സഹോദരാ. പെങ്ങള്, അല്ലാഹുവിന്റെ മലക്കുകളെ നിനക്ക് കൂട്ടുകാരനാക്കാൻ കഴിയുമോ? ഒരു നല്ല ഫ്രണ്ടാക്കാൻ കഴിയുമോ? ഏതോ നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ടതാരെയാണെന്നറിയോ? ഉമ്മാനയല്ല, ഉപ്പാനയല്ല. സിറാജ് തന്റെ ജീവിതത്തിൽ ആദ്യം പരിചയപ്പെട്ടതാരെയാ? എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന് 4 മാസം പ്രായമായപ്പോ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്തൊരു മലക്ക് കടന്നു വരികയാണ്. ആ മലക്കാണ് സിറാജിന് റൂഹൂതിയത്, ആ മലക്കാണ് സിറാജിന്റെ റിസ്ക് എഴുതിയത്, ആ മലക്കാണ് സിറാജിന്റെ ആയുസ് എഴുതിയത്. എപ്പോ എവിടെ കടന്ന് എങ്ങനെ മരിക്കുമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന എഴുതി വെച്ചതാ മലക്കാണ്. കബദാവമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച സിറാജ് മലക്കിനെ പരിചയപ്പെട്ടതാ. റബ്ബേ, 37 കൊല്ലമായിട്ട് എന്റെ കൂടെ നടന്നത് വാപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂട്ടുകാരല്ല. സിറാജിന്റെ കൂടെ 37 കൊല്ലത്തിൽ 1 മിനിറ്റ് പോലും പിരിയാതെ എന്റെ കൂടെ രാവും പകലും നടന്നതാരെന്നറിയോ? എന്റെ ചുമലിലിരിക്കുന്ന 2 മലക്കുകളാ. എന്റെ ചുമലിലിരിക്കുന്ന 2 മലക്കുകൾ 37 കൊല്ലമായി ഈ ചുമലിൽ കയറിയിരിക്കാൻ തുടങ്ങിയിട്ടു 1 മിനിറ്റ് പോലും അവര് ഉറങ്ങില്ല, 1 മിനിറ്റ് പോലും അവരവിടെ നിന്ന് ഇറങ്ങി മാറില്ല. എന്റെ ഓരോ നിമിഷവും എന്റെ കൂടെ നടന്ന എന്റെ കൂട്ടുകാരാ എന്റെ മലക്കുകള്. അല്ലാ, പടച്ചവനെ, ഇനി ഞാൻ മരിച്ച ആദ്യമായിട്ട് കരയുന്നത് ഉമ്മയല്ല, കൂടെ പറപ്പല്ല, ഭാര്യ സന്താനങ്ങളല്ല. രാജു മരിച്ചാൽ ആദ്യമായിട്ട് കരയുന്നതാരെന്നറിയോ? എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ, എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ. അല്ലാഹു ചോദിക്കുന്നു, എന്തിനാ കരയുന്നത്? റബ്ബേ, ഞങ്ങളുടെ കൂട്ടുകാരൻ പോയല്ലോ അല്ലാ, സിറാജ് പോയല്ലോ റബ്ബേ, ഞങ്ങൾക്ക് പിരിയാൻ മനസ്സില്ല റബ്ബേ, ഞങ്ങൾക്ക് പിരിയാൻ തോന്നുന്നില്ല റബ്ബേ. ഒരുപാട് വഅദിന്റെ മജ്‌ലിസിൽ കൊണ്ടുപോയവനാ, ഒരുപാട് ദുആഇന്റെ മജ്‌ലിസിൽ കൊണ്ടുപോയവനാ, ഒരുപാട് നിസ്കാരങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും സാക്ഷിയാക്കിയവനാ. സിറാജ് പോകുന്നതിൽ വിഷമമുണ്ട് തമ്പുരാന്. അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ മലക്കിനോട് അല്ലാഹു ചോദിക്കുകയാ, നിങ്ങൾക്ക് സിറാജിനോട് അത്രയും സ്നേഹമാണോ? സ്നേഹമാണ് പടച്ചവന്, പിരിയാൻ കഴിയുന്നില്ല പടച്ചവന്. എങ്കിൽ അല്ലാഹു പറയുകയാ, നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിലിരുന്ന് ഇബാദത്ത് ചെയ്തോ, നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ സിറാജിന്റെ കൂടെ പൊക്കോ, ഇബാദത്ത് ചെയ്തോ, അതിന്റെ കൂലി നിന്റെ കൂട്ടുകാരനുള്ളതാ. ഞാൻ മരിച്ചാലും എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ ഇരുന്നിട്ട് അവരതാ ഇബാദത്ത് ചെയ്തിട്ട് ആ ഇബാദത്തിന്റെ പ്രതിഫലം എന്റെ ഖബറിലേക്ക് തരികയാ. റബ്ബേ, അവരാണ് കൂട്ടുകാര്, അവരാണ് കൂട്ടുകാര്. ആ കൂട്ടുകാരുടെ കൂടെയാണ് നമ്മൾ കൂടേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ്, അല്ലാഹുവിന്റെ മലക്കുകളെ കൂട്ടുകാരാക്കാൻ പറ്റുമോ? അവരുമായി ഫ്രണ്ട്സുകളാകാൻ കഴിയുമോ? കഴിയും ബാപ്പ, കഴിയും ചെറുപ്പക്കാരാ. ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളിൽ ചിലരെയല്ല, നിങ്ങളെ ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയണമെന്നില്ല. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന ചില ഉപ്പമാര്, ചില ഉമ്മമാര്, ചില ചെറുപ്പക്കാര്, ചില ചെറുപ്പക്കാരികൾ, പെങ്ങളെ അറിയാം പൊന്നുമോള്. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ അറിയാം, നിന്റെ വീടറിയാം, നിന്റെ പേരറിയാം, നിന്റെ ശബ്ദം പോലും അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരുടെ ശബ്ദം പോലും മലക്കുകൾക്കറിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
എടോ, നമ്മൾ മരിച്ച ആദ്യം കരയേണ്ടത് ഉമ്മായും വാപ്പയൊന്നുമല്ല, ഈ ചുമലിലിരിക്കുന്ന മലക്ക് കരയണം. പടച്ചോനെ, എന്തിന് നീ മരിച്ചതോർത്തിട്ട്. അള്ളാഹു പറയൂത്രേ, അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ പൊക്കോ, ഇബാദത്ത് നീ, കൂലി അവന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ സദസ്സിലിരിക്കുന്ന ചിലരെ മലക്കുകൾക്കറിയാം. അതുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്നത്. ഒരാൾ ദുആ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ പറയും, പടച്ചോനെ അത് സിറാജിന്റെ ശബ്ദമല്ല. മലക്കുകൾക്ക് അത്ര പരിചയമാ. അപ്പൊ മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അത് ഇന്ന ആളാ, സിറാജ് ദുആ ചെയ്യുന്ന പടച്ചോനെ സ്വീകരിക്ക റബ്ബേ എന്ന് മലക്കുകൾ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള വിവിഐപികൾ ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. അള്ളാഹു ആ വിവിഐപികളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ വിവിഐപികളിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ആളാരാ? ആരാ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? പെണ്ണമ്പിള്ളയ്ക്ക് അറിയത്തില്ലെങ്കിലും നാട്ടുകാർക്ക് അറിയത്തില്ലെങ്കിലും ആർക്കറിയാം? ജിബ്രീൽ മുതലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും ചങ്ങാതി നിന്റെ പേര് പറയും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അള്ളാഹു നമ്മുടെ ശബ്ദം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമുക്ക് ഇരുന്ന് കേട്ടാൽ മതിയല്ലോ. നമ്മുടെ ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇത് നിസ്സാരമല്ലടോ. നിങ്ങളാരെങ്കിലും ഒരു 10 മിനിറ്റ് സംസാരിച്ച് കുറച്ച് തൊണ്ടടച്ചു. ഒരു പെണ്ണുങ്ങളൊക്കെ പ്രസംഗിക്കലെത്ര. നിങ്ങളിങ്ങ് കയറി വന്നേ. ആദ്യം ഇവിടെ ഇരുന്നു. അള്ളാഹു ബർക്കത്ത് തരുമാറാകട്ടെ. ചുമ്മാ കറങ്ങി നടക്കുക ഇരിക്കറോ. നിങ്ങൾ പ്രസിഡന്റ് അല്ലേ? വലിയ ഇഷ്ടപ്പെട്ട VIP ആണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. താത്താമാരൊക്കെ ഒന്ന് എഴുന്നേറ്റെ. ഉമ്മാടെ ഗർഭാശയം പോലെ നിങ്ങളുടെ സ്ഥലം ഒരുപാടുണ്ട്. അത് കയറിയിരുന്നേ. പെണ്ണുങ്ങൾ പുറത്തിരിക്കുന്നത്, താത്താമാര് കയറിയിരിക്കും. ഒന്ന് അടുത്തടുത്തിരുന്നു. കുറെ എണ്ണം ഇവിടെ കാട്ടിനകത്തൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും പള്ളിക്കാടിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നു. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. സഹോദരിമാരൊന്ന് കയറിയിരുന്നേ. അൽഹംദുലില്ലാഹ്. അള്ളാന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ഒന്നാമത്തെ വ്യക്തിയാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഖറബുൽ അംലാഖും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നു. മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത്. അങ്ങനെ നബിതങ്ങളും ജിബ്രീലും ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി അബൂദർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു പോവാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ ഒരാളോട് എന്തോ വലിയ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, ഇടയിൽ കയറിയിട്ട് സലാം പറയണ്ട, എന്തോ ചർച്ച നടക്കല്ലേ, ജിബ്രീലാണെന്നറിയില്ല. ഒരാളുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇടയിൽ കയറിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കണ്ട, നബിതങ്ങളല്ലേ. അബൂദർ റളിയല്ലാഹു തആല മിണ്ടാതെ നടന്നുപോയി. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി സലാം പറയാതെ നബിതങ്ങളുടെ മുമ്പിലൂടെ നടന്നുപോയപ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പോകുന്നത് അബൂദറല്ലേ നബിയേ? പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, യാ റസൂലല്ലാഹ്, അബൂദർ സലാം പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതപ്പെടുകയാണ്. കേരളത്തിൽ പത്തനാപുരത്ത് കിടക്കുന്ന സിറാജ് എന്ന് പറയുന്ന ഞാന് ഇവിടെ നിന്ന് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ നാട്ടുകാരനായ
ഒരു മനുഷ്യൻ റോഡിലൂടെ നടന്നു പോകുമ്പോ ഞാൻ ചോദിക്കുകയാ, പോകുന്നത് അബൂബക്കറല്ലേ? നിങ്ങൾക്കൊരത്ഭുതം തോന്നൂലേ? പടച്ചവനെ, പത്തനാപുരത്ത് കിടക്കുന്ന സിറാജിന് നിങ്ങളുടെ നാട്ടുകാരനായ പാവപ്പെട്ടവനായ അബൂബക്കറിനെ എങ്ങനെയാണ് പരിചയമുള്ളതെന്ന് നിങ്ങൾ പോലും അത്ഭുതപ്പെടുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ ചോദിക്കുകയാ, പോകുന്നത് അബൂദറല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ചോദിക്കുകയാ, ജിബ്രീലേ, അത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? എന്റെ അബൂദറിന് നിനക്കറിയുമോ? എന്റെ അബൂദറിന് നിനക്കറിയുമോ? കാരണം അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പടച്ചവനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയാണ്. അധികമാർക്കും പരിചയമില്ലാത്ത സ്വഹാബിയാ. അബൂദറിനെയാണ് ജിബ്രീൽ പറയുകയാ, എനിക്കറിയാ നബിയേ, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്അ അസ്റഫിൽ അർളി. ഭൂമിയിലുള്ള ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും 7 ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അത്ഭുതത്തോടെ ജിബ്രീലിനോട് ചോദിക്കുന്നു, ജിബ്രീൽ, അബൂദറിനെ മലക്കുകൾ ഇഷ്ടപ്പെടാൻ എന്ത് കാരണമാണ് ജിബ്രീൽ? എന്തുകൊണ്ടാണ് മലക്കുകൾ ജിബ്രീല്, എന്തുകൊണ്ടാണ് അബൂദറിനെ ഇഷ്ടപ്പെട്ടത്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബൂദറിനൊരു സ്വഭാവമുണ്ട് നബിയേ. അബൂദറിനൊരു സ്വഭാവമുണ്ട്. ഈ പറയുന്ന സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? നമ്മളിൽ ആർക്കാവുള്ളത്? നിന്നെ മലക്കുകൾക്ക് പരിചയമുണ്ടോ? അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ പരിചയമുണ്ട്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് മലക്കുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? അബൂദർ ഒരു പരിത്യാഗിയായ സഹാബിയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരു പരിത്യാഗിയായ സഹാബിയാ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന വഴിയിൽ പറഞ്ഞ അബൂദറിന് ദുനിയാവിനോട് വെറുപ്പാ. ദുനിയാവിനോട് വെറുപ്പായിരുന്നു. ആഖിറത്തോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ദുനിയാവ് വേണ്ട അബൂദറിന്. പണം വേണ്ട, അധികാരം വേണ്ട, സുഖം വേണ്ട, ആസ്വദിക്കണ്ട. അബൂദറിന് ദുനിയാവിന് വേണ്ടായിരുന്നു, ആഖിറം മതിയായിരുന്നു. നമ്മുടെ നേരെ തിരിച്ചാടോ. നമുക്ക് ദുനിയാവ് മതി, ആഖിറം വേണ്ട. പണമുണ്ടാക്കണം, അധികാരം ഉണ്ടാകണം, പടച്ചവനെ അടിച്ചു പൊളിക്കണം, എങ്ങനെയും സമ്പാദിക്കണം, സുഖിച്ച് ജീവിക്കണം. ഹലാലും ഹറാമും ഒന്നും നമുക്കില്ല. തോന്നുന്നത് പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കടന്ന് മരിക്കണം. നമുക്ക് ദുനിയാവ് മതി. എന്തിനാ ഉസ്താദേ മരണം പറയുന്നത്, ഖബർ പറയുന്നത്, നരകം പറയുന്നത്, മസ്തറ പറയുന്നത്? എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഇതല്ലാതെ വേറൊരു വിഷയവുമില്ല. മരിച്ച വീട്ടിൽ പോകാൻ പോലും നമുക്കിഷ്ടമല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് ദുനിയാവിനോട് വെറുപ്പ്, ആഖിറത്തോട് സ്നേഹം. നമുക്ക് ആഖിറത്തിനോട് വെറുപ്പ്, ദുനിയാവിനോട് സ്നേഹം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂദർ എന്ന് പറയുന്ന സഹാബി പാവപ്പെട്ടവന്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. സാധാരണ സഹാബിയല്ല അബൂദർ. അബൂദർ റളിയല്ലാഹു തആല സാധാരണ ഒരു സഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ട സഹാബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അബൂദറിന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും വൈകുന്നേരമാകുന്നതിന് മുമ്പേ കയ്യിലുള്ളതെല്ലാം തീർത്തു കളയും. നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കൂല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, നാളത്തേക്ക് വേണ്ടി നിങ്ങളൊന്നും കരുതി വെക്കരുത്. അതിനുശേഷം അബൂദർ റളിയല്ലാഹു തആല അൻഹു നാളത്തേക്ക് വേണ്ടി ഒന്നും വെക്കാറില്ല. എന്ത് കിട്ടിയാലും വൈകുന്നേരത്തിന് മുമ്പ് തീർത്തിരിക്കും. അബൂദർ റളിയല്ലാഹു തആല അൻഹു എന്ത് കിട്ടിയാലും അബൂദറിന് ഇഷ്ടമല്ലടോ.
ആരെങ്കിലും പോക്കറ്റിൽ പൈസയായിട്ട് കൊണ്ട് നടക്കുന്നത് കണ്ടാൽ അബൂദർ റളിയല്ലാഹു തആല പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് പറയും, നിനക്കുള്ളതായില്ലേ, നാളത്തേക്കുള്ള നാളെ അള്ളാഹു തരും, പാവങ്ങൾ കൊടുത്തു കളയും. അബൂദറിന്റെ സ്വഭാവം അങ്ങനെ. ആരെങ്കിലും നല്ല ഒരു വീട് വെച്ചാ ആ വീടിന്റെ മുമ്പിൽ പോയിട്ട് അബൂദർ റളിയല്ലാഹു തആല വഅദ് പറയും, നീയൊക്കെ കാണിക്കുന്നത് നാളെ അള്ളാഹുടെ കോടതിയിൽ വരുമ്പോ തീയുടെ മാലയായിട്ട് അള്ളാഹു നിന്റെ കഴുത്തിൽ തൂക്കിത്തരും. അബൂദർ വഅദ് പറയാൻ തുടങ്ങി ഓരോ വീടിന്റെ മുമ്പിൽ പോയിട്ട്. അബൂദർ റളിയല്ലാഹു തആല അത്രത്തോളം താഴ്മയായി ജീവിച്ചിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിനോട് ഒരു വെറുപ്പാടോ, ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പ്, ഒരാഗ്രഹമില്ല, ഒരാർത്തിയുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണത്തിന്റെ മല തന്നെ അള്ളാഹു നമുക്ക് നൽകി. ആദമിന്റെ മക്കൾക്ക് ഒരു സ്വർണത്തിന്റെ മല തന്നെ അള്ളാഹു കൊടുത്താലും അവൻ പറയും, അടുത്ത ഒന്നുകൂടെ വേണം പടച്ചവനെ, തൃപ്തിപ്പെടില്ല. മനുഷ്യന്റെ ആഗ്രഹം, ആർത്തി പ്രായമാകുന്നതിനനുസരിച്ച് രണ്ട് കാര്യത്തിനോടുള്ള ആഗ്രഹം കൂടും. പ്രായം തോറും പ്രായം അടുത്തു വരുന്നതിനനുസരിച്ച് രണ്ട് കാര്യങ്ങളോട് മനുഷ്യൻ ആഗ്രഹം കൂടും. ഒന്ന് സമ്പത്തിനോടും, രണ്ട് ജീവിക്കാനുള്ള ആഗ്രഹത്തോടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹലാല് ഹറാമൊന്നുമില്ല, ഹലാലും ഹറാമൊന്നുമില്ല. ഏത് രീതിയിലാണെങ്കിലും സമ്പാദിക്കണമല്ലോ, പണമുണ്ടാക്കണം, പണമുണ്ടാക്കണം, പണമുണ്ടാക്കണം. ഇന്നെല്ലാവരുടെ ചിന്തയും അത് തന്നെയാ. എല്ലാവർക്കും പണം മതിയടോ, എല്ലാവർക്കും പണം മതിയടോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ പണത്തിനോടുള്ള ആർത്തി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്തുകൊണ്ടാണ് പണത്തിനോടുള്ള ആർത്തി എത്രത്തോളം എന്നറിയോ? ഇന്നത്തെ ചെറിയ മക്കൾക്ക് പോലും പണത്തിനോട് വല്ലാത്ത ആർത്തിയാ. ഇന്നത്തെ കുട്ടികളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പണ്ട് നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ വാപ്പാന്റെ അടുക്ക പോയിട്ട് പറയും, വാപ്പ മുട്ടായി മേടിച്ചതാ, ഉപ്പ എനിക്ക് മുട്ടായി വേണം, എനിക്ക് മുട്ടായി വേണം, എനിക്ക് സിപ്പപ്പ് വേണം. വാപ്പാടെ കൈ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കരയാറുണ്ട്, മുട്ടായി വേണം, മുട്ടായി വേണം എന്ന് പറയാ. എല്ലാരും വാപ്പമാരുടെ അടുക്ക ചെന്നിട്ട് പറയുന്നത് മുട്ടായി വേണം, മുട്ടായി വേണം, മുട്ടായി വേണം എന്നാ നമ്മൾ ചോദിക്കുന്നത്. എന്നാ ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്നത്, വാപ്പ പൈസതാ, വാപ്പ പൈസതാ, വാപ്പ പൈസതാ, വാപ്പ. മുട്ടായി വേണമെന്നല്ല പറയുന്നത്, പൈസയാ വേണ്ടത്. ഇന്നത്തെ കുട്ടികൾക്ക് പൈസയാ വേണ്ടത്, പൈസയാണോ ചോദിക്കുന്നത്. എല്ലാവർക്കും പണമായിരുന്നു വേണ്ടത്. എന്തുകൊണ്ട്? ഈ ചെറിയ മക്കളുടെ ഹൃദയത്തിൽ പണത്തിനോടുള്ള ഈ ആർത്തി എങ്ങനെയുണ്ടായി? അത് ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു. മക്കളോട് ഉമ്മ കൊടുക്കുന്ന ഉപദേശം അല്ലാഹയെക്കുറിച്ചോ നബിതങ്ങളെക്കുറിച്ചോ മസ്തറയെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ അല്ല. ഉമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതുപോലെ പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിക്കണം, നല്ല നിലയിലാകണം, നല്ല ജോലി ഉണ്ടാകണം, അപ്പോഴേ നല്ല പൈസ കിട്ടൂ. നല്ല പൈസ ഉണ്ടെങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. മോനെ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 25 വയസ്സുകാരനോടല്ല പറയുന്നത്, ചെറിയ മക്കളോട് പോലും ഉമ്മ കൊടുക്കുന്ന ഉപദേശം പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് 10ാം ക്ലാസ്സിലും +1 പഠിക്കുന്നവൻ പണമുണ്ടാക്കാനുള്ള കുരുട്ടുവഴികൾ നോക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എങ്ങനെ എളുപ്പത്തിൽ പണക്കാരനാകാം? ഇന്നത്തെ കുട്ടികളുടെ കൺസെപ്റ്റ് തന്നെ നോക്ക്. ഇന്നത്തെ പെൺകുട്ടികൾ, ഇവിടെ പെൺകുട്ടികൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാ കിട്ടുന്നില്ലേ? ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ രാജാത്തിമാരാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങോട്ട് കൊടുത്തിട്ടാ കിട്ടുന്നത്. ഇവിടെ ഇന്ന് പണ്ടൊരു പെൺകുട്ടി കല്യാണ ആലോചനയുമായിട്ട് വാപ്പ ചെല്ലുമ്പോ, ഉമ്മ ചെല്ലുമ്പോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. പണ്ടത്തെ പെൺകുട്ടികൾക്ക് കല്യാണ ആലോചനയുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ പെണ്ണ് പറയും എനിക്കിപ്പോ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിനക്ക് പ്രണയം വല്ലതും ഉണ്ടോന്നാ പണ്ട്. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാം തേച്ചിട്ട് പോവാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ എന്ത് പ്രണയം? ഇപ്പൊ പ്രണയമൊന്നുമില്ലല്ലോ. അതിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണ പോലെ ഓരോന്നോരോന്നാ ഓരോ ജംഗ്ഷനിലും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു കാക്കുമാറാകട്ടെ. ഓരോ ജംഗ്ഷനിലും കാറ്റ കാണിക്കാൻ ആളുണ്ട്. ഇന്നത്തെ പെൺകുട്ടികളോട് ചോദിക്കാം, എന്തേ മോളെ നീ കല്യാണത്തിന് സമ്മതിക്കാത്തത്? ഞാൻ ജോലിയായിട്ടേ കിട്ടുന്നുള്ളൂ. അവള് പറയണ മറുപടി, എനിക്ക് ജോലി ഉണ്ടായിട്ട്, ഞാനൊരു ജോലി ഉണ്ടായിട്ടേ പെണ്ണ് കിട്ടുന്നുള്ളൂ. ഓള കിട്ടുന്നത് അല്ല, അവനല്ല. ചിന്തിക്കണം. ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്നത് ഞാൻ ജോലിയായിട്ടേ കിട്ടുന്നുള്ളൂ. അതെന്തേ മോളെ? അല്ല, എന്റെ ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ട് എന്തായാലും കുടുംബം പോറ്റാൻ പറ്റൂല, ഞാനും കൂടെ ജോലിക്ക് പോയി കിട്ടിയാലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഒരു മുഴം മുമ്പേ എറിഞ്ഞു.
ഓള് പറയുന്നത് എന്റെ ഭർത്താവിനെ കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റൂല, ഞാനുകൂടെ ജോലി ചെയ്ത് ഗവൺമെന്റ് ജോലിയായി പൈസ കിട്ടിയാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പൈസ വെച്ചാലേ കുടുംബം പോറ്റാൻ പറ്റത്തുള്ളെന്ന്. കാരണം അവളുടെ വാപ്പ IPS കാരനും ഉമ്മ കളക്ടറുമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ പറയുന്ന കുട്ടി ചിന്തിക്കേണ്ടത്, നിന്റെ വാപ്പ കളക്ടറായിരുന്നോ, നിന്റെ ഉമ്മ എന്താ IPS കാരിയായിരുന്നോ, ജീവിച്ചില്ലേ അവര്? ആദ്യം പെൺകുട്ടികൾ പഠിക്കേണ്ട കാര്യം എന്താ? അള്ളാന്റെ ദീൻ പറയുന്നത്, എടാ പെണ്ണിന് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവരെ പെണ്ണ് കെട്ടാവൂ, അല്ലെങ്കിൽ ദിക്റും പറഞ്ഞ് നടക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പെണ്ണും കല്യാണം കഴിക്കുന്ന പെണ്ണിന് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ എന്ത് ചെയ്യാവൂ? അത് നിങ്ങൾ മിണ്ടൂല്ല, ഉറക്കം പറ, എന്ത് ചെയ്യാവൂ? എടാ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുന്നവനല്ലേ പെണ്ണ് കെട്ടേണ്ടത്. കൊടുക്കാൻ പറ്റാത്തവൻ എന്ത് ചെയ്യണം? പെണ്ണ് കെട്ടണോ? ഇല്ല, ദിക്റും ദുആയായിട്ട് നടക്കണം. തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ വിവാഹം കഴിക്കാവൂ. അപ്പൊ ഈ പെണ്ണുങ്ങൾ പറയുക, എനിക്ക് ജോലി ഉണ്ടായി എന്നെ കെട്ടുന്നവനെ കൊണ്ട് ഉപകാരമില്ലെന്ന് അവൾ ആദ്യമേ പറയുന്നത്. കാരണം അങ്ങനെ ആയിപ്പോയി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെയല്ല. അതൊക്കെ നിന്റെ മോശമായ ചിന്തയാണ്. പഠിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ യുവത്വത്തോട് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഉമ്മ പെണ്ണന്മാരോട്, എന്റെ കുട്ടികളോട് ഞാൻ പറയുന്നത്, പഴയ കാലമല്ലടാ മക്കള്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുകയാ, പഴയ കാലമല്ല. വിദ്യാഭ്യാസം വേണേ, നല്ലതുപോലെ പഠിക്കണേ, നല്ലതുപോലെ പഠിക്കണേ. ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നല്ലതുപോലെ പഠിപ്പിക്കൂ. 10ാം ക്ലാസ് കൊണ്ട് നിർത്തലല്ല, +1ഉം +2ഉം കൊണ്ട് നിർത്തലല്ല. ഡിഗ്രിക്ക് പഠിക്കണമല്ലോ, എഞ്ചിനീയറാകാ. എന്തെല്ലാം വഴികൾ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ കഴിയുമോ? നിങ്ങളുടെ മക്കളെ നല്ലതുപോലെ നിങ്ങൾ പഠിപ്പിക്കൂ, നല്ല നിലയിലാക്കൂ. വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ പെൺകുട്ടികളോട് പറയുകയാ, നല്ലതുപോലെ പഠിക്കണേ മോളെ, നല്ല ഒരു ജോലി വേണം മോളെ. അൽഹംദുലില്ലാ, അതൊക്കെ ഇന്ന് വേണ്ട ഒരു സാഹചര്യമാ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, പണം മാത്രമാകരുത്, പണം മാത്രമാകരുത്. പഠിക്കാൻ പോകുമ്പോ അള്ളാന്റെ ദീനിനെ മറന്നുകൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല, അള്ളാനെ മറന്നുകൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. എന്നാ ഞാൻ പറയുകയാ, വാപ്പാ നീ അബൂദറിനെ പോലെയാകണം. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി, പടച്ചവനെ, ഓരോ വീടിന്റെ മുറ്റത്ത് ചെന്ന് വഅദ് പറയുന്നത് കാരണം സ്വഹാബികൾക്ക് വല്ലാത്ത പ്രയാസമായി. പോക്കറ്റിൽ നിന്ന് പൈസ പിടിച്ചെടുക്കുകയാണ്, പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സ്വഹാബത്ത് നിന്ന് പരാതി പറഞ്ഞു. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നബി തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു, അബൂദർ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? യാ റസൂലല്ലാഹ്, അള്ളയല്ലേ പറഞ്ഞത് നാളത്തേക്ക് കരുതി വെക്കരുതെന്ന്. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഖലീഫയായി. അബൂദറിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ല. പരാതി വന്നു തുടങ്ങി. അബൂബക്കർ തങ്ങളൊന്നും മിണ്ടിയില്ല. അബൂബക്കർ തങ്ങൾ വഫാത്തായി. ഉമർ തങ്ങൾ ഖലീഫയായി. അബൂദറിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ല. അബൂദറിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ല. പരാതി വന്നു തുടങ്ങി. നബി തങ്ങൾ മിണ്ടിയില്ല, അബൂബക്കർ തങ്ങൾ മിണ്ടിയില്ല, അതുകൊണ്ട് ഉമർ തങ്ങളും മിണ്ടിയില്ല. അവസാനം ഉമർ തങ്ങൾ വഫാത്തായി. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി. പടച്ചവനെ, അബൂദറിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല. അങ്ങനെ ഒരുപാട് പരാതിയായി. പടച്ചവനെ, പരാതിയുടെ എണ്ണം കൂടി. അവസാനം അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് നാട് കടത്തുകയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു ആരാരുമില്ലാത്ത മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ചെന്നിട്ട് ഒരു ചെറിയ കുടില് കെട്ടിക്കെട്ട് ജീവിച്ചു. പെങ്ങള്, എന്റെ പെങ്ങളോട് പറഞ്ഞു തരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നിങ്ങൾ പണത്തിനോടുള്ള ആർത്തി കളയണേ, പണത്തിനോടുള്ള ആർത്തി കളയണേ. ഹറാമാണോ ഹലാലാണോ? ഭർത്താവ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പൈസയെ കുറിച്ച് ഒരു ചോദ്യം വേണം പെങ്ങള്. അല്ലാഹുവേ, മഹാനായ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബി വനിതകളോട് ചോദിച്ചു, പെണ്ണുങ്ങള്, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്വഹാബി വനിതകളോട് നബി തങ്ങൾ ചോദിക്കുകയാ, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെയോ? ആരാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? സ്വർഗത്തിന്റെ അവകാശിയായ പെണ്ണാരാണ് നബിയേ? എല്ലാവരും വിചാരിച്ചു ഞാനായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ആരെയാണ് കാണിച്ചു കൊടുത്തതെന്നറിയോ? വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങള്, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാ. ഒരു വിറകുവെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബി വനിതകൾ ഓടുകയാ. വിറകുവെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെന്ന് ചോദിച്ചു, പെണ്ണേ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുകയാ, നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്? ആ പെണ്ണ് പറഞ്ഞു, നിസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, സദഖകൾ കൊടുക്കാറുണ്ട്, ഞങ്ങളും ഇതൊക്കെ ചെയ്യാറുണ്ട്. നിന്നെക്കാളും കൂടുതൽ ഞങ്ങളിൽ പലരും ചെയ്യുന്നവരാ. എന്നാൽ അതൊന്നുമല്ല, നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നുണ്ടോ? ഓമമാരേ, ആ പെണ്ണ് എത്ര ആലോചിച്ചിട്ടും പറയാനൊരു നന്മയുമില്ല. അവസാനം ആ പെണ്ണ് പറയുകയാ, ഞാൻ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയണമെങ്കിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണ് കാരണമെന്നറിയോ? എല്ലാ ദിവസവും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിറക് വെട്ടുന്നതിന് വേണ്ടി അതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അതാ ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ ഭാര്യ പറയുന്നു, ഇക്കാ, വൈകുന്നേര സമയത്ത് ഈ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഹറാമായ പൈസ കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാ, ഹറാമായ സമ്പാദ്യവുമായി ഈ വീട്ടിലേക്ക് അല്ലാഹുവിനെ ഓർത്തു വരല്ലേ എന്ന് ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ആ പെണ്ണ് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന്. നീ പറയാറുണ്ടോ പെങ്ങള്? എങ്ങനെയും പണം മതി, അത് എവിടെ നിന്നാണെന്ന് നീ ചോദിക്കാറില്ലല്ലോ. വാപ്പാ, നീയും അങ്ങനെ തന്നെയാണ്. നീ അബൂദറിനെ പോലെയാകണം. നിന്റെ മക്കളെ ഉപദേശിക്കണം. നിന്റെ ജോലി എന്താണെന്ന് പറയണം. നിന്റെ ശമ്പളം എന്താണെന്ന് പറയണം. നിന്റെ കഷ്ടപ്പാടെന്താണെന്നറിയണം. നീ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ATM ആകരുത്. മക്കള് ചോദിക്കുന്നതിനനുസരിച്ച് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നത് വാപ്പാ. മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് ഉപ്പാ, എങ്കിലത് നല്ലതല്ല. ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുത്തു പഠിപ്പിച്ച, പിന്നെ കൊടുക്കാതെ വന്നാ നീ മോശക്കാരനാ. എല്ലാം കൊടുത്താ നീ നല്ലവനാ. എന്റെ ഉപ്പ നല്ലവനാണ്, എന്ത് ചോദിച്ചാലും എനിക്ക് തരുന്നുണ്ട്. കൊടുക്കുന്നത് കുറഞ്ഞു പോയാ പിന്നെ എല്ലാവരും ശത്രുക്കളാവുപ്പാ. അതുകൊണ്ട് കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നാട് കടത്തുകയാ. ആരാരുമില്ലാത്ത മരുഭൂമിയിൽ അബൂദർ തങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാ. റബ്ബേ, അബൂദർ തങ്ങൾക്ക് മനസ്സിലായി തന്റെ മരണമടുത്തെന്ന്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ മനസ്സിലായി. അബൂദർ തങ്ങൾ തന്റെ പെമ്മക്കളെ വിളിക്കുകയാ. 3 പെമ്മക്കളാ ഉമ്മ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബിക്ക് 3 പെൺമക്കളാ. റബ്ബേ,
തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചു, ഉപദേശങ്ങൾ കൊടുത്തു. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു, മക്കളെ, ഉപ്പാനെ വെറുക്കല്ലേ, ഉപ്പാനോട് ദേഷ്യം വെക്കല്ലേ. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല, വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. കള്ളു കുടിച്ച് തീർത്തതല്ല, വ്യഭിചരിച്ച് തീർത്തതല്ല. വാപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഉപ്പാടെ സമ്പാദ്യം തീർന്നു പോയതാ. എന്റെ മക്കള് പേടിക്കണ്ട, എന്റെ മക്കള് പേടിക്കണ്ട, അല്ലാഹു നിങ്ങളെ കൈവിടില്ല മക്കളെ. അബൂ ദർ തങ്ങള് തന്റെ മക്കളോട് പറയുകയാ, പെങ്ങളെ, അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഇരുന്ന് കരയുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണമെടുത്തിരിക്കുന്ന സമയത്ത് അബൂ ദർ തങ്ങളുടെ ഭാര്യ ഇരുന്ന് കരയുകയാ. അബൂ ദർ തങ്ങൾ ചോദിക്കുന്നു, പെണ്ണേ, നീ എന്തിനാ കരയുന്നത്? കരയുന്നത് എന്റെ മരണമെടുത്തത് കൊണ്ട് കരയുകയാണോ? സമയമായാ പോകണ്ടേ പെണ്ണ്, സമയമായാ പോകണ്ടേ പെണ്ണ്. അബൂ ദർ തങ്ങളുടെ ഭാര്യ പറയുകയാ, നിങ്ങളുടെ മരണമോർത്തിട്ടല്ല ഞാൻ കരയുന്നത്, നിങ്ങൾ മരിക്കുന്നതോർത്തിട്ടല്ല ഞാൻ കരയുന്നത്. പിന്നെ എന്തിനാണ് കരയുന്നതെന്നറിയോ? സുബ്ഹാനല്ലാഹ്. അബൂ ദർ തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി, ഈ നാട്ടിലെ എന്റെ ഉമ്മമാര് പഠിക്കണേ, ഇന്നത്തെ യുവതലമുറ പഠിക്കണേ. 3 പെൺമക്കളുള്ള സ്വഹാബിയാണ്. പടച്ചവനെ, മരിക്കാൻ കിടക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, എന്റെ മരണമെടുത്തത് കാരണം കരയുകയാണോ? അല്ലയിക്ക, പിന്നെ എന്തിനാ പെണ്ണെ കരയുന്നത്? അബൂ ദർ തങ്ങൾ പറഞ്ഞു ചോദിക്കുമ്പോ അബൂ ദർ തങ്ങളുടെ ഭാര്യ കരയാനുള്ള കാരണം എന്തെന്നറിയോ? നിങ്ങളും മരിച്ച കഫം പൊതിയാനുള്ള തുണി പോലുമില്ലല്ലോ. അബൂ ദർ തങ്ങളുടെ ഭാര്യ കരയുകയാ. വാപ്പാ, എന്തിനാണ് കരഞ്ഞതെന്നറിയോ? നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ കഫം തുണി, നിങ്ങളുടെ കഫം പോലും പൊതിയാനുള്ള തുണി ഈ വീടിനകത്തില്ല. നിങ്ങളുടെ കഫം പോലും പൊതിയാനുള്ള തുണി ഈ വീടിനകത്തില്ല. പടച്ചവനെ, നിങ്ങൾ ആരാണ് കുളിപ്പിക്കുന്നത്? നിങ്ങൾ ആരാണ് ഖബറടക്കുന്നത്? ഇതോർത്തിട്ടാണ് ഞാൻ കരയുന്നത്, ഇതോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അബൂ ദർ തങ്ങൾ ചിരിക്കുകയാ. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചിരിക്കുകയാ. പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? പെണ്ണേ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വഴിയോരത്ത് വെക്കണം. എന്റെ ജനാസ കൊണ്ടുപോയി വഴിയോരത്ത് വെക്കണം. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാം. അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ, ജനാസ പുതിയ തുണിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിലൊന്ന് പൊതിഞ്ഞു കബറടക്കാ പറഞ്ഞാ മതി മക്കളെ. അബൂ ദർ റളിയല്ലാഹു തആല തന്റെ മക്കളോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹു കൈവിടൂല. അബൂ ദർ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. ഉപ്പാന്റെ ജനാസ എടുത്തുകൊണ്ടുപോയി 3 മക്കളും വഴിയോരത്ത് വെച്ചിട്ട് കാത്തു നിൽക്കുമ്പോ ഒരു സംഘം വരികയാണ്. 30ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞ് വരികയാ. 3 പെൺകുട്ടികളും മാറി നിന്നു. വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ വാപ്പയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ തുണിയിലൂ ഞങ്ങളുടെ ഉപ്പാനെ ഒന്ന് പൊതിഞ്ഞു ഖബറടക്കടേ.
പെൺമക്കളവിടെന്ന് വിളിച്ചു പറയുമ്പോ ആരാ നേതാവാരാ? മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. പഠിച്ചവരെ കേൾക്കേണ്ട താമസം അവിടെന്ന് ചിന്തിക്കുന്നു. അല്ലാഹ്, ഈ വഴിയോരത്ത് കിടക്കുന്ന സ്വഹാബി ആരാ? അല്ലാഹ്, കഫം തുണി പോലുമില്ലാത്ത പാവപ്പെട്ട സ്വഹാബി ആരാ? സൽമാന് തങ്ങൾ ചെന്ന് നോക്കുമ്പോ ആ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ ആരാ കിടക്കുന്നതെന്നറിയോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. സൽമാൻ തങ്ങളെ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, സദഖ റസൂലുള്ളാഹ്. പടച്ചവനെ, അങ്ങനെ അവസാനം അവിടെന്ന് പടച്ചവനെ മയ്യത്ത് പൊതിഞ്ഞു, മയ്യത്ത് നിസ്കരിച്ചു, അവിടെന്ന് കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ ഇതുപോലെ ജീവിച്ച സഹാബിയാണ് അബൂദർ. ഇതുപോലെ ജീവിച്ച സഹാബിയാണ് അബൂദർ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അബൂദറിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അബൂദറിനെ അവർക്കറിയാമായിരുന്നു. അബൂദറിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ജീവിതത്തിൽ മാറ്റം വരുത്തണ്. ദുനിയാവ് ദുനിയാവ് ദുനിയാവെന്ന് പറഞ്ഞ് പരക്കം പായണ്ട. എത്ര ഓടിയാലും കിട്ടൂല, എത്ര ഓടിയാലും കിട്ടൂല. അബൂദർ റളിയല്ലാഹു തആല അൻഹു ചരിത്രം വായിച്ചു നോക്ക്. അബൂദർ തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കണം. ഞാൻ ആ മഹാന്റെ ചരിത്രം ഇങ്ങനെ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ചരിത്രം വായിച്ചപ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞുപോയി. നബിതങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ട സഹാബിയാണ് അബൂദർ തങ്ങൾ. ഇവിടെ മരിച്ചപ്പോ പൊതിയാനുള്ള തുണി പോലും ആ സഹാബിക്കില്ലായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെയാണോ ഈ സമസ്തയുടെ പണ്ഡിതന്മാരായ ഉസ്താദന്മാർ, നമ്മുടെയൊക്കെ നേതാക്കന്മാർ, എന്ത് താഴ്മയുള്ള ജീവിതം. അവർക്കൊക്കെ ഒരു ബെൻസ് കാറൊന്നും മേടിക്കാൻ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല. എന്തിനാ ഈ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? അള്ളാഹുവെ, എന്ത് താഴ്മയോടുകൂടി ജീവിക്കുന്നു നമ്മുടെ ഉസ്താദന്മാർ. അള്ളാഹുവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അതാണ് ആലിമീങ്ങൾ അറിവ് കൂടുന്നതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. വളരെ താഴ്മയോടുകൂടി ജീവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മരണമൊക്കെ ചിന്തിച്ചു നോക്ക്. മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു മരിച്ചവരില്ലേ? ഖബർ വീടിനകത്ത് കുടിച്ചിട്ടവരില്ലേ? സഹാബത്തിന്റെ കഥയല്ലല്ലോ. വയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രം വായിച്ചു നോക്ക്. വീട്ടിൽ ഖബർ കുടിച്ചിട്ട മഹാന ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഉസ്താദിന്റെ വീടിന്റെ മുമ്പിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്തിപ്പറ്റ ഉസ്താദ് മരിക്കുന്നതിന്റെ അന്ന് രാവിലെയും തന്റെ മക്കളെ വിളിച്ചിട്ട് അവസാനം സ്ഥാപനത്തിന്റെ കടം വരെ എഴുതി കൊടുത്തിട്ടല്ലേ ഉസ്താദ് പോയത്. ഇതുപോലെ എത്രയെത്രയോ പണ്ഡിതന്മാർ, മരണം മുൻകൂട്ടി മനസ്സിലാക്കിയ ഒരുപാട് നേതാക്കന്മാർ. അള്ളാഹു മരിച്ചുപോയവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ജീവിച്ചിരിക്കുന്നവർക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരാ പറയുന്നത്, ഈ പ്രസ്ഥാനത്തിന്റെ പുറകിൽ നടക്കാൻ നഷ്ടമുണ്ടാകില്ല മക്കളെ. അതുകൊണ്ടാ പറയുന്ന യുവത്വമൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പുറകിൽ നടക്കാൻ, ഈ നേതൃത്വത്തിന്റെ പുറകിൽ സഞ്ചരിക്കാൻ പറയുന്നത്. ഇത് നേരായ വഴിയാ, ഒരിക്കലും ഈ വഴി പിഴച്ചു പോകില്ല. അള്ളാഹു മുഖീമാൻ നൽകുമാറാകട്ടെ. ആലിമീങ്ങളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അതാരുമാകട്ടെ, ആലിമീങ്ങളെ കുറ്റം പറയാൻ പാടില്ല. എന്റെ യുവത്വത്തോട് ഞാൻ പറയുന്നത്, ആലിമീങ്ങളെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ഉസ്താദന്മാരെ. സാധാരണ ആൾക്കാരെ പറയുന്നത് പോലെ ഉസ്താദന്മാരെ പറയരുത്. ഉസ്താദന്മാരാരെന്നറിയോ? എന്റെ ഉസ്താദ് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഈ ഇരിക്കുന്ന ഉസ്താദന്മാരോട് ഇവരുടെ ഉസ്താദ് ആരാന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അടുത്ത ഉസ്താദ് ആരാ, അടുത്ത ഉസ്താദ് ആരാ, അടുത്ത ഉസ്താദന്മാരെ. ഓരോ ഉസ്താദിനും തന്റെ ഉസ്താദിന്റെ പേര് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അങ്ങനെ ഉസ്താദിന്റെ 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 ഉസ്താദ് എന്ന് ഉസ്താദ് പറഞ്ഞാൽ ഈ ഉസ്താദന്മാരുടെ പരമ്പര മുഴുവനും പോയി അവസാനിക്കുന്നത് മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇങ്ങനെ ഉസ്താദന്മാരുടെ പരമ്പര പോയി അവസാനിക്കുന്നത് ഔസുൽ അഅ്ലമിലാണ്. ഇനി ഔസുൽ അഅ്ലമിന്റെ ഉസ്താദ് 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 എന്ന് പരമ്പര പറഞ്ഞാൽ ആ പരമ്പര പോയി അവസാനിക്കുന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഔസുൽ അഅ്ലമിന്റെ ഉമ്മയും ഉപ്പയും നബി തങ്ങളുടെ കുടുംബമാണ്. രണ്ടുപേരും നബി തങ്ങളുടെ കുടുംബമാണ്. അപ്പം ആ ഔസുൽ അഅ്ലമിന്റെ ഉസ്താദിന്റെ പരമ്പര പോയി അവസാനിക്കുന്നത് നബിതങ്ങളിലാണ്. നബിതങ്ങളുടെ ഉസ്താദ് ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീലിന്റെ ഉസ്താദ് ആരാ? അല്ലാഹ്. ഇതാണ് ആലിമീങ്ങൾ. ഇതാണോ ആലിമീങ്ങൾ? അവരെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ആരും ആകട്ടെ,
ആരുമാകട്ടെ ആലിമല്ലേ, ആദരിക്കണം, ബഹുമാനിക്കണം. നമ്മുടെ നേതാക്കന്മാരതാ പഠിപ്പിച്ചിരുന്നത്. അള്ളാഹു ബഹുമാനിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, ആദരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സാധാരണ ആൾക്കാരെ ചൊറിയുന്നത് പോലെ ആലിമീങ്ങളെ കയറി ചൊറിയരുത്. അവസാനം ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, താഴ്മ ദുനിയാവിന്റെ പുറകിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. എങ്ങാതി ദുനിയാവിന്റെ പുറകിൽ പോയിട്ട് യാതൊരു കാര്യവുമില്ല, കിട്ടത്തില്ല എത്ര ഓടിയാലും. അതാ ഒരിക്കൽ ഉസ്താദ് ഒരു ശിഷ്യൻ കുറച്ച് പൈസയ്ക്കായി, ഒരു ശിഷ്യന് പൈസയ്ക്കായപ്പോ ഗുരുനാഥനെ കാണാൻ പോയി. ഇത്തിരി കൈമടക്കമായിട്ട് ആണല്ലോ ഉസ്താദിനെ കാണാൻ പോകുമ്പോ കൈമടക്കം കൊണ്ട് കൊടുക്കുമല്ലോ നമ്മള്. അപ്പൊ ഗുരുവിനെ കാണാൻ പോയപ്പോ ഒരു സ്വർണ്ണ നാണയം കൊണ്ടുപോയി ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഉസ്താദ്, ഒരു ഹദിയ, എനിക്ക് വേണ്ട മോനെ ദുനിയാവ്. ഉസ്താദ് പറഞ്ഞു, എനിക്ക് ദുനിയാവ് വേണ്ട. ശിഷ്യന് വലിയ സങ്കടമായി. ഇറങ്ങിപ്പോകുന്ന വഴിയിൽ ഉസ്താദിന്റെ ഷൂ കടന്നു. ആ സ്വർണ്ണ നാണയം അതിനകത്തിട്ടിട്ട് പൊക്കളഞ്ഞു. ഉസ്താദ് ശിഷ്യന്മാരുടെ കൂടെ ഇറങ്ങി വരുമ്പോ ഉസ്താദിന്റെ ചെരുപ്പിനകത്ത് സ്വർണ്ണ നാണയം കിടക്കുകയാ. ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞു, ദുനിയാവെന്ന് പറഞ്ഞാൽ ഇതാ, വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞ കാൽച്ചുവട്ടിൽ വന്ന് കിടക്കും. അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. ഇതാണ് ദുനിയാവ്. വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞു നോക്കിക്കേ, നിന്റെ പുറകി വരും പാപ്പാ, നിന്റെ പുറകി വരും ദുനിയാവ്. എല്ലാം അമ്മ കൊണ്ടുതരും നിന്റെ വീടിനകത്ത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അബൂദർ, ഞങ്ങൾക്ക് 3 പെൺമക്കളും, നിനക്ക് ഒരെണ്ണവേ ഉള്ളൂ. നീ സക്കറാത്തിന്റെ വലി വലിച്ചോണ്ടിരിക്കുക, ടെൻഷൻ, ബേജാറ്. കെട്ടിക്കണം. ഇവിടെ പിന്നെ ഇങ്ങോട്ട് പൈസ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങോട്ട് കൊടുക്കണ്ടേ. പെൺകുട്ടികളുള്ള ഉപ്പയ്ക്ക് ഇപ്പൊ ആണുങ്ങൾക്ക്. നിങ്ങൾക്കറിയോ നിങ്ങൾ എന്തിനാ ഈ തലകുത്തി മറിയണേ? നിങ്ങൾ എന്തിനാ ബേജാറാകുന്നേ? എടോ, പെൺമക്കളുള്ള ഉപ്പയോട് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഞാൻ എന്റെ സഹോദരനോട് പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീടിനകത്ത് മഗ്രിബിന് ശേഷം സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യേ. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ. സൂറത്തുൽ വാഖിഅ ഏത് വീടിനകത്ത് പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങളല്ലേ പഠിപ്പിച്ചേ. സഹാബി ഇബ്നു മസ്ഊദോ ഇബ്നു അബ്ബാസോ തങ്ങളെങ്ങാണ്ടോ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഉസ്മാന് തങ്ങളും സഹാബത്തും കൂടെ കുറച്ച് പൈസയായിട്ട് പോയി. സഹാബിയോട് ചെന്നിട്ട് പറഞ്ഞു, ഒന്നും കരുതി വെച്ചിട്ടില്ലല്ലോ, പെൺകുട്ടികളൊക്കെ അല്ലേ, എന്നാ സഹായിരിക്കട്ടെ. സഹാബി ചോദിച്ചു, ഉസ്മാനെ, നബിതങ്ങൾ പറഞ്ഞ ഹദീസ് നിനക്കറിയില്ലേ? സൂറത്തിൽ വാഖിഅ പാരായണം ചെയ്യുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്റെ പെൺമക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്ത്. എന്റെ പെൺമക്കൾക്ക് ഞാൻ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പാരായണം ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് വാപ്പാനോട് പറയുന്നു, ചെറുപ്പക്കാരോട് പറയുന്നു, എല്ലാം വലിച്ചെറിയടാ മോനെ. ദുനിയാവ് വേണ്ടടാ, ഒന്നും വേണ്ട. പണവും എല്ലാം ഹലാല് മാത്രം മതി. ഹറാമ് വേണ്ട, അധികം കൂടണ്ട, കുറഞ്ഞത് മതി. നീ എല്ലാം വലിച്ചെറിഞ്ഞു നോക്കിക്കേ, നിന്റെ പുറകിലെല്ലാം നടന്നു വരും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്ന് പറഞ്ഞു പട്ടിണി കിടക്കണമെന്നല്ല, ഉണ്ടാക്കണ്ട, ജോലിക്ക് പോകണ്ട എന്നല്ല. ആവശ്യത്തിന് മാത്രം മതി. കൂടിയ കുഴപ്പമാണ്. അമിതമായാൽ അമൃതവും വിഷവ. കൂടിപ്പോയി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നവാ. അള്ളാഹു നമ്മൾ ആർക്കായി വാരിക്കൂട്ടി വെക്കുന്നേ? എന്റെ അടുത്ത് തന്നെ ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ വേണ്ടായിരുന്നു ഇത്രയും. ഒരുപാട് സമ്പത്തുള്ളൊരു ഉമ്മ കരഞ്ഞുകൊണ്ട് പറയാ, വേണ്ടായിരുന്നു ഇത്രയും. കാരണം എന്തേ? മക്കളുടെ തമ്മിലടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഉമ്മാടെ കഴുത്തിൽ ഒരു 3 പവന്റെ മാലയുണ്ടായിരുന്നു. ഏറ്റവും ഇളയ കുട്ടി പറയുകയാ, ഇതെനിക്കുള്ളതാ. ഉമ്മ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എനിക്കുള്ളതാണ്. രണ്ടാമത്തെ താത്ത പറഞ്ഞു, ഞാൻ തരൂല്ല, എനിക്ക് വേണമെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇല്ലായിരുന്നെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ് ജീവിക്ക്. മലക്കുകൾ നിന്നെ സ്നേഹിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. റിയാസ് മൗലവി, റിയാസല്ലേ അത്? അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് ആരാര്? അത് പറയുന്ന ഉസ്താദിന് ചൂടുകൊള്ളാം. കേൾക്കാൻ വന്നവർക്ക് എന്തുവാടെ? പായസം കുടിക്ക്. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. റിയാസ് മൗലവി എന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് എന്നെ കുറിച്ചൊന്നും പറയല്ലേ. സാധാരണ എല്ലാ ഉസ്താദന്മാരെ വയതിനെ വിളിച്ചിട്ട് വരും. ഉസ്താദന്മാര് റിയാസിന് വയറ് നിറച്ചു കൊടുക്കും. ഞാൻ ഒന്നും മിണ്ടണില്ല. അള്ളാഹു റിയാസിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് എടുക്കുമാറാകട്ടെ. അള്ളാഹു ആ മുഖത്തുള്ള സന്തോഷം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കണോ? അള്ളാന്റെ മലക്കുകൾ ഇഷ്ടപ്പെടാറുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ?
ദുനിയാവിനെ വെറുത്തോ ആഖിറത്തെ സ്നേഹിച്ചോ? ഇനി രണ്ടാമത്തെ നന്മയെന്താ? ചെറുപ്പക്കാരാ, പഠിക്കണ പൊന്നുമോന്, എന്റെ ഉമ്മമാരോട് പറയുകയാ, ഉപ്പമാരോട് പറയുകയാ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അല്ലാഹുവിന്റെ പ്രവാചകനെ സുബഹി നമസ്കാരം കഴിഞ്ഞു, സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ട് സ്വഹാബാ. നബി തങ്ങൾ പറയുകയാണ്, ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ടു, ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ നബി തങ്ങളുടെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാ. ആരാണെന്നറിയുന്നില്ല, ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. പക്ഷേ നബി തങ്ങൾക്ക് നല്ല പരിചയമുള്ള ചെറുപ്പക്കാരനാ. ആ നടത്തം കാണുമ്പോഴേ നബി തങ്ങൾക്കറിയാ അല്ലാഹുവിന്റെ റസൂലിന് പരിചയമുള്ള ആരുമാണ് ആ നടന്നു പോകുന്നതെന്ന് നബി തങ്ങൾക്കറിയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ സ്വർഗ്ഗത്തിലെ മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ആ പോകുന്നതാരെന്നറിയോ? സയ്യിദുനാ ബിലാൽ. അത് ബിലാലാണ് നബിയേ. ബിലാൽ ഇബ്നു റബാഹ, അടിമയായ നീഗ്രയായ മുടി നരച്ചുപോയ കറുത്തവനായ ബിലാൽ, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവാണ് ആ നടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനും മലക്കുകളോട് ചോദിക്കുകയാ, എന്റെ ബിലാലിനെ അറിയുമോ? എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? ഏതു മലക്കിനോട് ചോദിച്ചാലും പറഞ്ഞു തരും നബിയേ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ നിന്നിട്ടു തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഐന ബിലാൽ, ഐന ബിലാൽ, എന്റെ ബിലാൽ വിടെ, എന്റെ ബിലാൽ വിടെ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ മുന്നിലിരുത്തിയിട്ട് അവിടെന്ന് ചോദിക്കുന്നു, ബിലാലേ, നിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു ബിലാൽ, നിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു ബിലാൽ. മലക്കുകൾക്ക് നിന്റെ പേരറിയാം ബിലാല്, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ പരിചയമുണ്ട് ബിലാല്. എന്ത് നന്മയാ നീ ചെയ്യുന്നത്? ഏത് നന്മ ചെയ്തിട്ടാ നിനക്ക് ഭാഗ്യം കിട്ടിയത്? അല്ലാഹുവിന്റെ റസൂലിനറിയാനിട്ടല്ല, സഹാബത്തിന് പഠിക്കാൻ, എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ബിലാൽ, എന്ത് പ്രത്യേകമായിട്ടുള്ള നന്മയാണ് നീ ചെയ്യുന്നത്? ബിലാൽ തങ്ങൾ പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ റസൂലല്ലേ ചോദിക്കുന്നത്, മറുപടി പറയണമല്ലോ. മനസ്സില്ല മനസ്സോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് എപ്പോഴും ഉളുവുണ്ട് നബിയേ. ബിലാൽ തങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു, എപ്പോഴും ഒന്നുവോടുകൂടി നടക്കുന്ന സഹാബിയാ, എപ്പോഴും ശുദ്ധിയായി നടക്കുന്ന സഹാബിയാ. എപ്പോ ഒന്നുപെടുത്താലും 2 റക്അത്ത് നിസ്കരിക്കും നബിയേ. ബിലാൽ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ 11:30 സമയത്ത് വാഴ കേട്ടുകൊണ്ടിരിക്കുന്ന ഉപ്പാ, അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കണോ? ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ മനുഷ്യനാരാ? ആരാണോ എപ്പോഴും മുറിവോടുകൂടി നടക്കുന്നത്, ശുദ്ധിയായി നടക്കുന്നത്, അവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ തങ്ങളുടെ പ്രത്യേകത എപ്പോഴും ഒന്നുവോടുകൂടി നടക്കും, ഒന്നുവെടുക്കും, 2 റക്അത്ത് നിസ്കരിക്കും, എപ്പോഴും ശുദ്ധിയായി നടക്കുന്ന സഹാബി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ.
നിങ്ങളോട് എപ്പോഴും ഒതുവെടുത്തിട്ട് നടക്കാൻ ഞാൻ പറയില്ല. 24 മണിക്കൂർ ഒതുവെടുത്തിട്ട് നടക്കാൻ ഞാൻ പറയൂല. നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കുമ്പോഴെങ്കിലും ഒന്ന് നേരെ എടുത്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കൂലേ? ആ നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കുമ്പോഴെങ്കിലും നീ നേരെ ഒന്ന് എടുക്കുക. നമ്മുടെ ഒതുവെടുപ്പ് കണ്ട ശൈത്താൻ നിന്ന് ചിരിക്കും, കോമഡി കണ്ടിട്ട് ചിരിക്കണ പോലെ. എടാ എന്തൊരു വെപ്രാളമാണെന്നറിയും. എന്റെ പടച്ചവനെ ഓടി ഇങ്ങോട്ട് വരും, ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഹൗലിനകത്തോട്ട് കൈയിട്ടങ്ങോട്ട് മുക്കലും കാല് തടകലും ഒരൊറ്റ ഓട്ടവും കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഒതു. ഇതാണ് നമ്മുടെ ഒതു. പണ്ട് 2 ചങ്ങാതിമാര് മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. പള്ളിയിൽ ബാങ്ക് വിളിച്ചിട്ട് ഉസ്താദ് നിസ്കാരം തുടങ്ങിയപ്പോഴാ പള്ളിയിൽ പോയെ. 2 പേരും പള്ളിയുടെ മുമ്പിൽ വെച്ച് പിരിഞ്ഞു. പള്ളിക്ക് ഗേറ്റ് കടന്നപ്പോ നിസ്കാരം തുടങ്ങി. 2 പേരും പള്ളി കയറി ചെല്ലുമ്പോ ഉസ്താദ് 2ാമത്തെ റക്അത്തിൽ അത്തഹയ്യാത്തിലാണ്. അങ്ങനെ ഇവര് 2 പേരും കൂടെ പള്ളിയുടെ മുമ്പിൽ നിന്ന് പിരിഞ്ഞു. പള്ളിക്കകത്തൊക്കെ കയറി മഗ്രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഗേറ്റിന്റെ മുമ്പിൽ കൂട്ടുകാര് കണ്ടുമുട്ടി. അളിയ, നിനക്ക് നിസ്കാരം കിട്ടിയോടാ? ഒരുത്തനോട് ചോദിച്ചു, നിനക്ക് ജമാഅത്ത് കിട്ടിയോ? ഓഹ്, എന്തോ പറയാ, ഞാൻ ഒതുവൊക്കെ എടുത്തിട്ട് പോയപ്പോഴത്തേക്ക് ഉസ്താദ് സലാം വീട്ടി, എനിക്ക് ജമാഅത്ത് കിട്ടിയില്ല. ഒരുത്തൻ പറയാ, ഞാൻ ഒതുവൊക്കെ എടുത്തിട്ട് പള്ളിക്കകത്ത് ചെന്നപ്പോഴത്തേക്ക് ഉസ്താദ് സലാം വീട്ടി, എനിക്ക് നിസ്കാരം കിട്ടിയില്ല. അപ്പൊ മറ്റേവൻ പറയാ, അള്ളാണ് ഞാനെങ്ങാണ് ഒതുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ ജമാഅത്തും പോയേനേന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഓൻ ഒതു പോലും എടുത്തില്ലടോ. ചിരിക്കണ്ട, നമ്മുടെ ഒതു പറയാതിരിക്കല നല്ലത്. നമ്മുടെ ഒതുവെടുപ്പും പറയാതിരിക്കല. നമുക്ക് ഒതു എന്താണെന്നറിയോ? 40, 50, 60, 80 കൊല്ലം വരെ പ്രായമുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഒതുവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഉപ്പ? നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒതുവെടുക്കുമ്പോ നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്താ ഒതുവെന്ന്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒതുവെന്ന് പറഞ്ഞ എന്താ? മഹാനായ മഹത്തുക്കളുടെ ചരിത്രം പഠിക്കുക. ഒരു മഹാൻ ഒതുവെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കരയുന്നുണ്ട്, കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്, നിറം വരെ മാറി. നരകം പറഞ്ഞപ്പോഴല്ല, ഖബറ് പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, ഒതുവെടുക്കുന്ന സമയത്ത് കൈകാല് വിറയ്ക്കുന്നുണ്ട്, കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്, ശരീരത്തെ നിറം മാറി. മഹാനവറുകളോട് ചോദിച്ചു, എന്തിനാ ഒതുവെടുക്കുമ്പോ കരയണേ? എന്തിനാ ഒതുവെടുക്കുന്ന സമയത്ത് കൈകാല് വിറയ്ക്കണേ? മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, ഒതുവെടുക്കുന്നത് അള്ളാനെ കാണാനല്ലേ. ഒതുവെടുക്കുന്നത് അള്ളാനെ കാണാനല്ലേ. എങ്ങനെ കൈ വിറയ്ക്കാതിരിക്കും? എന്തിനാ ഒതുവെടുക്കുന്നേ? ഒതുവെടുക്കുന്ന എന്തിനാ? എടോ, അള്ളാനെ കാണാനാ വാപ്പ ഒതുവെടുക്കുന്നേ. ഒതുവെടുത്തിട്ട് ഒരാൾ നിസ്കാരപ്പായി പോയി നിൽക്കുമ്പോ അള്ള നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും, ഒരു മറയുമില്ലാതെ. അപ്പൊ ഞാനും നിങ്ങളും ഒതുവെടുക്കുന്നത് അള്ളാനെ കാണാനാ. അള്ളാനെ കാണാൻ പോകുമ്പോ ഹജറുൽ അസ്വദ് മുത്തിയവനെ പോലെ പോണം, എല്ലാ പാപവും പുറത്തിട്ട്. അതാ നബിതങ്ങൾ പറഞ്ഞത്, ഒളുവിന്റെ വെള്ളത്തുള്ളിയിൽ നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കൈ കഴുകുമ്പോ, മുഖം കഴുകുമ്പോ, വാ കഴുകുമ്പോ, നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവം നീ കഴുകുമ്പോഴും നിന്റെ നഖത്തിനടിയിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളിക്കകത്തു വരെ നിന്റെ പാപങ്ങൾ അള്ളാഹു ഇങ്ങനെ പുറത്തു തരും. ഇതാ ഒളുവ്. ഇതാണ് ഒളുവ്. ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ ഒറ്റ ഒളു മതി. ഒരു ഒളുവ് മതി ഒരു മനുഷ്യന്റെ പാപം മുഴുവനും പുറത്തിട്ട് സ്വർഗത്തിൽ പോകാൻ. പക്ഷെ ഒളുവെടുക്കുന്ന സമയത്ത് ആർക്കാ ചിന്ത? എടാ ചങ്ങാതി, നീ നേരെ ചൊവ്വ ഒളുവെടുക്കാതെ ചാടി പള്ളിക്കകത്ത് കയറും, ഒളുവില്ലാതെ നീ നിസ്കരിക്കും. അള്ളാനെ നീ കളിയാക്കുന്നതിന് തുല്യമല്ലേ? ഒളുവില്ലാതെ നിസ്കാരമില്ലല്ലോ. അപ്പൊ നീ ഒളുവില്ലാതെ നിസ്കരിച്ചു പടച്ചവനെ പരിഹസിച്ച മരിക്കാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ നീ കൊതിക്കും. അള്ളാഹു നിന്നെയും പറ്റിച്ചു കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് വാപ്പ ഒളുവെടുക്കുന്ന സമയത്തൊരു ബോധം വേണം, ഞാൻ പടച്ച റബ്ബിനെ കാണാനായി ഇത് ചെയ്യുന്നേ, എന്റെ അള്ളാനെ കാണുന്നതിന് വേണ്ടിയാ. എന്തിനാ ധൃതി കാണിക്കുന്നെന്താ? എന്തിനാ ധൃതി കാണിക്കണേ? എന്റെ ഉപ്പാനോട് ഞാൻ ചോദിക്കട്ടെ, ഈമാനുള്ള ഒരാളെ നിങ്ങൾക്ക് കാണണോ? ഈമാനുള്ള ഒരാളെ നിങ്ങൾക്ക് കാണണോ? അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. കാണണോ? താടിയും തഴമ്പുമാണോ ഈമാന്റെ അടയാളം? ആണോ? താടിയും തഴമ്പുമാണോ ഈമാന്റെ അടയാളം? കഞ്ചാവടിക്കുന്നവനും താടി ഇത്രയുണ്ട്, ഉസ്താദിനെക്കാളും വലിയ താടിയാ അങ്ങനെയുള്ളമാർക്ക്. ഇത്രയും താടിയും കൊണ്ട് ഹാജിയക്കന്മാർക്ക് പോലും ഇല്ലാത്ത താടിയും വളർത്തി കിടക്കുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു അല്ലേ? അല്ലാഹു, അതൊക്കെ ഇന്ന് ഫാഷനാ. ഇന്ന് താടി വളർത്തുന്നതൊക്കെ വലിയ ഫാഷനായി മാറിയിരിക്കുന്നു. പടച്ചോനെ, ഇത്രയും നീളത്തിലുള്ള താടിയായിട്ട് നടക്കുന്നു. പെണ്ണുങ്ങൾ പിന്നെ പറയാതിരിക്കാനാ. ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ടോ ഇവിടെ? പിന്നെ നല്ല കച്ചവടമോ കടയിലൊക്കെ? സുബ്ഹാനല്ലാഹ്, എല്ലാം ബ്യൂട്ടി അടിച്ചു.
പെയിന്റ് അടിക്കുന്നത് പോലെ വാരി അടിക്ക്. എന്റെ പൊന്നാര താത്താമാര് എല്ലാം അടിച്ചോ. അല്ലാഹ് ഖബറിൽ കൊണ്ട് വെക്കുമ്പോ അറിയാം. അല്ലാഹു നോക്കി മന്ദിരമാറാകട്ടെ. എല്ലാം എണ്ണം വാരി കോരി അടിച്ച് പൊട്ടിയടിച്ച പോലെ വീടിന് പെയിന്റ് അടിക്കണ പോലെ അടിച്ചടക്ക. കാക്ക കുളിച്ച കൊക്കാവുമെന്നെ. എടാ ഉള്ള സൗന്ദര്യം മതിയടോ. ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആർക്കാ? ഏറ്റവും വേണ്ട ലൈവ, എനിക്ക് പേടിയാ. ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആർക്കാ? ആണിനാണോ പെണ്ണിനാണോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഏറ്റവും കൂടുതൽ ഗ്ലാമർ ആർക്കടോ? ആണുങ്ങൾക്കാടോ? അല്ല ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ല ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടോ? ചുണ്ട് ചുമപ്പിച്ചിട്ടുണ്ടോ? മറ്റെന്താ ഫെയറോലവലി അടിച്ചു വെച്ചിട്ടുണ്ടോ? ഈ പെണ്ണുങ്ങളെ ഉമ്മ പൊടി പ്രായം മുതൽ കുളിപ്പിക്കും. കരി തേക്കോ? കണ്ണു തേക്കോ? കുത്തിടുവോ? നമുക്കിട്ടിട്ടുണ്ടോ? ഇവര് ജനിച്ച കാലം മുതൽ ഈ ഉമ്മമാര് ഈ കുട്ടികളെ ഒരുക്കുക അല്ലേ? നമുക്കെന്ത് കുത്ത്? ഇതാടെ ഒറിജിനല്. അള്ളാഹു നിരന്തരം തെരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തെരുമാറാകട്ടെ. ഗ്ലാമത്തല്ലേ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗ്ലാമർ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നബിതങ്ങളുടെ ഭാര്യ ഖദീജ ബീവി 65-ാമത്തെ വയസ്സിലാണ് മരിക്കണത്. 65 വയസ്സുള്ള ഖദീജ ബീവി മരിക്കുന്നതിന് മുമ്പ് നബിതങ്ങളെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. എന്തേ ഖദീജ നീ ചിരിക്കണേ? എന്തൊരു ഗ്ലാമറാണ് നബിയെ നിങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു സൗന്ദര്യമാണെന്ന്. എടോ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ടിട്ടാ സുലൈഖയിലെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങള് ആപ്പിളിന് പകരം വിരല് മുറിച്ചത്. ഉള്ള ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് ചിന്തിച്ചു വയ്ക്കേ. അപ്പൊ ഗ്ലാമർ യൂസുഫ് നബിക്കല്ലേ? നാളെ സ്വർഗത്തിൽ എല്ലാവർക്കും ആരുടെ ഗ്ലാമറാ? യൂസുഫ് നബിയുടെ ഗ്ലാമറാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവർക്കും യൂസുഫ് നബിയുടെ ഗ്ലാമർ. ഇപ്പൊ ആണുങ്ങൾ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തി എന്നല്ല അതിനർത്ഥം. നിങ്ങൾക്കും ഉണ്ടോ ഗ്ലാമറൊക്കെ? എന്തിനാ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൂടാതിരുന്നാ മതി. ഇവിടെ ഒറിജിനൽ ഗ്ലാമർ ഉള്ളതാ. കൂട്ടാൻ നോക്കാതിരുന്നാ മതി. ഞാൻ കുറ്റപ്പെടുത്തിയത് എന്തിനാ? ഇത് ഉണ്ടാക്കാൻ നോക്കുന്നത് എന്തിനാ? അത് എന്താ പറയുക, ആവശ്യമില്ലാത്ത പണിക്ക് പോകുമ്പോ ചൊറിച്ചിലൊക്കെ ഇളവും. കേരളത്തില് ഒരു പുതിയ മരുന്ന് വന്നു, ഗ്ലാമർ കൂടാൻ വേണ്ടി തേച്ചതാ, പിന്നെ ചൊറിച്ചിലായി. അള്ളാഹു ആകെ പ്രശ്നം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത് എന്തിനായി ധൃതി കാണിക്കണേ? എടാ മോനെ, നിനക്ക് ജമാഅത്തിന്റെ കൂലി പോരെ? നീ പള്ളിയിലേക്ക് ഓടിച്ചെന്ന് ഒളുവെടുത്തിട്ട് പള്ളിക്കകത്ത് കയറുമ്പോ ഇമാമു സലാം വീട്ടിയാലും കുഴപ്പമില്ല, നിനക്ക് അള്ളാഹു പ്രതിഫലം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒളുവില്ലാതെ നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ഒളുവെടുത്തിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കണല്ലേ. നീ പള്ളിയിൽ ചെന്നപ്പോ ഉസ്താദ് സലാം വീട്ടും, അതിന് വെപ്രാളം കാണിച്ചിട്ട് നീ ഓടരുത്. അള്ളാഹുടെ പള്ളിക്കകത്ത് ഓടരുത്. അള്ളാഹു കാക്കമാറാകട്ടെ. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറക്ക അങ്ങോട്ട് ഓടി, അങ്ങനെ ഓടാൻ പാടില്ല. പള്ളിക്കകത്ത് സമാധാനത്തോടെ പോകണമെന്ന. അപ്പൊ നീ ഒളുവെടുത്ത് സമാധാനത്തോടെ ഒളുവെടുത്ത് പള്ളിക്കകത്ത് കയറി ചെന്നപ്പോ നിസ്കാരം തീർന്നാലും നിനക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. നിന്റെ നീയത്തെ അള്ളാഹു നോക്കത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ഒരാളെ പറഞ്ഞുതരട്ടെ. നിങ്ങൾ കാണണോ? താടിയും തഴമ്പോലാണോ? അല്ല. നിങ്ങൾക്ക് ഈമാനുള്ള ഒരാളെ കാണണമെങ്കിൽ നാളെ പള്ളിയിൽ പോകും. നാളെ പള്ളിയിൽ പോകണം. ഒളുവെടുക്കുന്ന പൈപ്പിന്റെ ചുവട്ടിൽ നിന്നിട്ട് സമാധാനത്തോടെ ആരെങ്കിലും ഒളുവെടുക്കുന്നത് കണ്ട ആ കൈ പിടിച്ചിട്ട് നീ ദുആ വസിയ്യത്ത് ചെയ്യ്. ഈമാനുള്ളതിന്റെ അടയാളവാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാള് സമാധാനത്തോടുകൂടി ഒളുവെടുക്കുന്നത് കണ്ടാ മനസ്സിലാക്കിക്കൊള്ളണം അദ്ദേഹത്തിന് ഈമാനുണ്ടെന്ന്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരെയും അങ്ങനെ കൂട്ടണ്ട. ചിലര് വസ്വാസ് പിടിച്ചിട്ട് ഒരു ടാങ്ക് വെള്ളവും തീർക്കും, അത് വേറെ. ചിലതങ്ങട്ട് പടച്ചവനെ എന്താണെന്നറിയോ, ഞാന് എന്റെ നാട്ടിൽ പോയി, എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റൂല. ഞാന് 3-ാമത്തെ റക്അത്തിൽ എങ്ങാണ്ട ഓടിച്ചെന്ന മഗ്രിബിന്, അള്ളാഹുവെ, ഞാൻ ഉസ്താദ് സലാം വീട്ടി ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് ഞാൻ അത്തഹിയ്യാത്തിൽ പോയിരിക്കുമ്പോഴും എന്റെ അടുത്തിരിക്കുന്നവൻ അത്തഹിയ്യാത്ത് ഇരിക്കുക. ഞാൻ 3 വട്ടം അത്തഹിയ്യാത്ത് പോയി, എന്നിട്ട് എനിക്ക് തെറ്റുക. കാരണം അടുത്തിരിക്കുന്നവൻ തീർന്നിട്ടില്ല. ഉസ്താദ് സലാം വീട്ടിയിട്ട് ദിക്ർ പറയുമ്പോഴും ഓൻ ഇങ്ങനെ ഇരിക്കുക. അല്ലാഹു അലം. വസ്വാസുൽ ഖന്നാസ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതൊരു ശൈത്താനിന്റെ ശർറ. വസ്വാസ് ഉണ്ടാകാൻ പാടില്ല. വസ്വാസിന് അതാ പറയാ, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസ് ഉള്ളവർ ഈ സൂറത്ത് പാരായണം ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതുണ്ടാകുന്നത് എവിടെ നിന്നാ? അധികമായിട്ട് ബാത്റൂമിൽ പോയിരിക്കരുത്.
മൊബൈലും കൊണ്ടാ അവിടെ പോണത്. ബാത്റൂമിൽ പോയിരുന്ന മൊബൈൽ കുത്തുന്ന ആൾക്കാരുണ്ടല്ലോ. ബാത്റൂം എന്ന് പറയുന്നത് ഇബിലീസിന്റെ വീടാണ്. അതിനകത്ത് ആവശ്യത്തിന് മാത്രമേ പോയി പോകാവൂ. അധികം നേരം ഇരിക്കരുത്, വസുവാസു പിടിപെടും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, പെണ്ണുങ്ങൾ ഇപ്പൊ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾ എപ്പോഴും ശുദ്ധിയായിട്ട് നടക്കണം. ഒതുവെടുക്കെപ്പോഴും എപ്പോഴും ഒതുവുണ്ടാകണം, എപ്പോഴും ശുദ്ധി ഉണ്ടാകണം. ഈ പെണ്ണുങ്ങൾ തന്നെ വലിയ അശുദ്ധിക്കാരായ കുളിക്കത്തില്ല, വലിയ അശുദ്ധിക്കാരായി, രാത്രി വലിയ അശുദ്ധിക്കാരായി, രാവിലെ എഴുന്നേറ്റ് കുടിക്കാനുള്ള മടി, പിന്നെ മക്കളെ സ്കൂളിൽ വിടണം, മദ്രസയിൽ വിടണം, പിന്നെ ചോറ് വെക്കണം, വീട് വൃത്തിയാക്കണം. അങ്ങനെ നടക്കരുത്, മലക്കുകൾ നിന്നെ ശപിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എപ്പോഴും ശുദ്ധിയായി നടക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമല്ല ഒളിവ്, എപ്പോഴും ഒളിവ് വേണം. എല്ലാ കാര്യങ്ങൾക്കും ഒളിവ് വേണം സഹോദരാ. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഉറങ്ങുമ്പോഴും, ഇന്ന് രാത്രി ഉറങ്ങുമ്പോഴും നിങ്ങൾ ഒളിവെടുക്കണേ. നിങ്ങൾ ഒളിവെടുത്തിട്ട് വേണം ഉറങ്ങാൻ. നിങ്ങൾ ഒളിവെടുത്തിട്ട് വേണം ഉറങ്ങാൻ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒളിവോടുകൂടി കിടന്നുറങ്ങിയ മൻബാത്ത താഹിറുന ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖുലു സഅതം മിൻ ലൈൽ. ഒരാൾ ഒളിവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ, ഒരാൾ ഒളിവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വന്നു നിൽക്കുകയാ. നീ ഉണരുന്നതുവരെ ആ മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹ് പാപം പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ ആ ഉറക്കവും ഇബാദത്താ, ആ ഉറക്കവും ഇബാദത്താ. നീ ഉണരുന്നത് വരെ നിന്റെ തലയുടെ ഭാഗത്തു നിന്നൊരു മലക്ക് ദുആ ചെയ്യും. ചെറുപ്പക്കാരാ, മോനെ, ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്, ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ എന്ന് പറഞ്ഞിട്ടല്ലേ നീ കിടക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോ നീ ആദ്യമായിട്ട് പറയുന്ന വാക്കേതാ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തിനാ മോനെ അൽഹംദുലില്ലാ പറയുന്നത്? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. അല്ലാഹ്, ഒരു ദിവസം കൂടെ ജീവിക്കാൻ എനിക്ക് ആയുസ് തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പാട്ട് കേട്ടിട്ടല്ല ഉറങ്ങേണ്ടത്, സിനിമ കണ്ടിട്ടല്ല ഉറങ്ങേണ്ടത്. ഒളിവെടുത്തിട്ട് നല്ലത് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങു ചെറുപ്പക്കാരാ. എടാ, മരിക്കുമ്പോഴും ഒളു വേണം മോന്. വാപ്പാ, മരിക്കുമ്പോഴും ഒളിവെടുത്തിട്ട് ഒളിവോടുകൂടി വേണം മരിക്കാൻ. അതുകൊണ്ടാണ് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവർക്ക് ഒളിവെടുത്ത് കൊടുക്കുന്നത്. ഒളിവോടുകൂടി മരിച്ചാൽ, ഒരാൾ ഒളിവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിലോ അവന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് അബ്ദുൽ അർവാഹ് മലക്ക് അസ്റായീൽ മാത്രമല്ല ഒരു VIP കടന്നു വരികയാണ്. ഒരാൾ ഒളിവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മരണസമയത്ത് ഒരു VIP കടന്നു വരികയാണ്. ആരാണ് VIP എന്നറിയുമോ? ഒളിവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒരാൾ ഒളിവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിലോ അല്ലാ മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അവനെ കാണാൻ വരുമെന്നാണ്. അതിനാണ് മരണമെന്ന് പറയുന്നത്. അല്ലാഹുവേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാഹ്. നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒളിവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തില് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യമ തരണേ അല്ലാഹ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ
മുമ്പിലേക്ക് കടന്നു വരികയാ. എടോ, നിങ്ങളുടെ മുമ്പിലേക്ക് അവസാനത്തെ ദിവസമാണല്ലോ, ബക്കറ്റുമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരാളും വെറുതെ കൊടുക്കണ്ട, ഒരു രൂപ പോലും വെറുതെ കൊടുക്കണ്ട. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഏതെല്ലാ രീതിയിലാണ് വിപത്തുകൾ കടന്നു വരുന്നത്, അപകടങ്ങൾ കടന്നു വരുന്നത്. പടച്ചവനെ, ഇന്ന് രാവിലെ ഭക്ഷണം കഴിഞ്ഞപ്പോ അല്ലാഹുവേ പൈസ ഉസ്താദിന്റെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്ലാ, മുഖത്ത് നിന്നും മാറുന്നില്ലടോ. പടച്ചവനെ, 10-14 വയസ്സുള്ള ഒരു പൊന്നുമോൻ കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോ, നിങ്ങളുടെ നാട്ടിലൊരു ചെറിയ വീടിനകത്ത് 10-14 വയസ്സുള്ള ഒരു പൊന്നുമോൻ, അല്ലാഹുവേ, ഓടിച്ചാടി നടക്കുന്ന പൊന്നുമോനാ. അല്ലാ, നിങ്ങളെ പോലെ ഇവിടത്തെ കുട്ടികളെ കളിക്കുന്നത് പോലെ ഓടിച്ചാടി നടക്കേണ്ട ഒരു പൊന്നുമോനാ. ഒരു ബസ് ആക്സിഡന്റ് പറ്റിയിട്ടു 8 കൊല്ലമായി കിടക്കുന്നു വാപ്പാ. സങ്കടം തോന്നിയടോ. എനിക്കെന്റെ പൊന്നാര മകനെ ഓർമ്മ വന്നു. ഞാൻ ഇറങ്ങുമ്പോ പൈസയോട് പറഞ്ഞു, കാണണ്ടായിരുന്നു, എന്നെ കൊണ്ടുപോകണ്ടായിരുന്നു. 8 കൊല്ലമായിട്ടൊരു പൊന്നുമോൻ, 10-14 വയസ്സുണ്ടവന്, 10-14 വയസ്സുള്ള ഒരു പൊന്നുമോൻ. അല്ലാഹുവേ, എല്ലും തോലുമായി. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, ആ പൊന്നുമോനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്ത് സുന്ദരനെന്നറിയോ? കാണാൻ വെളുത്ത്, അവന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശം, മൂക്കിലൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്, കഴുത്തിൽ റബ്ബേ കഴിയുന്നില്ലടോ കാണാൻ. റബ്ബേ, ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നോ, ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കാസിന്തങ്ങൾ ഉപ്പാട ബർക്കത്തുകൊണ്ട് ആ പൊന്നുമോന് നീ ജീവൻ തിരിച്ചു കൊടുക്കണേ തമ്പുരാൻ. ഉമ്മായെന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ, ഉപ്പായെന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആ കുടുംബം കാത്തിരിക്കുന്നു റബ്ബേ. ഭാഗ്യം കൊടുക്കണേ അല്ലാ. പ്രിയക്കുള്ള മക്കളെ, എപ്പോഴെവിടെ വെച്ച് എന്തും കടന്നു വരാം. അപകടങ്ങൾ ഏതെല്ലാം വഴിയിലാണ്, ഏതെല്ലാം വഴിയിലൂടെയാണ് അപകടങ്ങൾ കടന്നു വരുന്നത്. എത്ര ക്യാൻസർ രോഗികളാ. പല വീട്ടിലും ചെന്നപ്പോ ഉസ്താദേ ദുആ ചെയ്യണം, ക്യാൻസറാണ്. എത്രയോ പേര് റബ്ബേ നീ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. പടച്ചവരെ, ശരീരത്തിൽ ക്യാൻസർ എന്ന രോഗത്തിന്റെ അണുക്കളുണ്ടോ എന്ന് നമുക്കറിയില്ല. കിഡ്നി വർക്ക് ചെയ്യുന്നു എന്നറിയില്ല. ആൻഡോമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വഴുതിന് പോയപ്പോ എന്റെ കൂടെ രാവും പകലും നടന്ന ഒരു ചെറുപ്പക്കാരൻ, ഉസ്താദേ നാളെ ഗവൺമെന്റ് ജോലിക്ക് കയറുകയാണെന്ന് എന്നോട് അവസാനം പിരിയുമ്പോ കെട്ടിപ്പിടിച്ചു പറഞ്ഞ ചെറുപ്പക്കാരൻ കുറച്ചു ദിവസത്തിന് മുമ്പാണ് അറിയുന്നത്, ഉസ്താദേ 2 കിഡ്നിയും ഫെയിലായി, ചെന്നൈയിൽ ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, SKSSF എന്ന് പറഞ്ഞാൽ നെഞ്ചത്തുകൊണ്ട് നടക്കുന്ന പൊന്നുമോനാണ്. അല്ലാ, നീ ശിവ കൊടുക്കണേ അല്ലാ, നീ ശിവ കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ റബ്ബേ. സ്വന്തം ഉമ്മക്ക് കിഡ്നി കൊടുക്കാൻ തയ്യാറായി. പടച്ചവനെ നീ ഖൈറിലാക്കണേ തമ്പുരാനെ. ഒറ്റ നിമിഷം മതി സഹോദരാ. അതുകൊണ്ട് ബക്കറ്റിന്റെ അകത്തിരുന്ന 10 രൂപ ചെറുതല്ല. അത് കാരണം നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, വിപത്തുകൾ ആ സദഖ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈ വെച്ച്, എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈ. എന്റെ ബക്കറ്റില്ലേപ്പാ, എന്നും ബക്കറ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട അവസ്ഥയാപ്പാ. ഇന്നും ബക്കറ്റിനെ കുറിച്ച് എടുത്തോ, ഇതേ ഉള്ളോ, അതിവിടെ തട്ടിയിട്ട് എടുത്തിട്ട് പോകും ഇൻഷാ അല്ലാഹ്. അവിടെ കൊണ്ട് തട്ടിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഒരു സദഖ 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിർത്താറായോ?
ഇൻഷാല്ലാ ഇരിക്കുമെങ്കിൽ ഒന്നുകൂടെ പറയാം. 11:50 11:50 ഇരിക്കുമെങ്കിൽ ഒന്നുകൂടെ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം ഒന്നുകൂടെ പറഞ്ഞൂടെ? ഇൻഷാല്ലാ അൽഹംദുലില്ലാ. ബക്കറ്റിൽ എല്ലാവരും മേക്ക് സെറ്റാരും എന്തേപ്പാ ആക്കാ, ഞാൻ ഇരുന്നോട്ടേപ്പാ, പെട്ടെന്നുകൂടി. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകണേ. നമ്മുടെ മംഗലാപുരത്ത് പോകുമ്പോൾ മിത്തബ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അൽഹംദുലില്ലാ, മിത്തബയിൽ ജബ്ബാർ ഉസ്താദ്, അല്ലാഹു ഇവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇല്ലാതെ അറിയപ്പെടുന്ന, കർണാടകയിൽ അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു. ഉസ്താദിന്റെ മകൻ വിളിച്ചിരുന്നു. ഒന്നാമത് ദ്വീപുകാരനാണ് ഉസ്താദ്. ഏത് ദ്വീപാണ്? കിൽത്താൻ ദ്വീപുകാരനാണ് ഉസ്താദ്. ഉസ്താദിന്റെ മകൻ വിളിച്ചു. ഉസ്താദിന്റെ അല്ല, ഇവിടെ ഉള്ളത് മുത്തുമ്മ ഇളയുമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു അവിടച്ചവനെ ഉസ്താദിന്റെ പൊന്നുമോന് നീ അല്ലാഹു ഖൈറും ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അൽഹംദുലില്ലാ. അവിടെ ഉറൂസിന്റെ ഡേറ്റിന് വേണ്ടി എന്നോട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ, ഒരു തന്മൂടെ പഠിച്ചൂടെ, ഒരെണ്ണം കൂടെ പഠിച്ചൂടെ? അപ്പൊ മലക്കുകൾക്ക് പരിചയമുള്ള ഒന്നാമത്തെ ആളാരാ? ബക്കറ്റ് മുമ്പിൽ വന്നപ്പോ ഒന്നും നോക്കാതെ വാരിയിട്ടവൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ല നോക്കിയോ? ബക്കറ്റ് മുമ്പിൽ വരുമ്പോ നോക്ക, 200, 500, 200, 100, 50, 20, 10. അതല്ല, ബക്കറ്റ് മുമ്പിൽ വന്നപ്പോ നോക്കിയില്ല, അടുത്തൊറ്റയിടൽ. ചിലര് 100 രൂപയുടെ നോട്ടെടുക്കും, ബക്കറ്റിന്റെ അകത്തിടും. 90 ഇവനും 10 അല്ലായിരിക്കും. തങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, പതിരൊക്കെ പറയാൻ പേടിയാടോ. തങ്ങന്മാര് ഞാൻ അതുകൊണ്ട് ഇവരെയൊക്കെ ഇരുത്തിയിട്ട് വയത് പറയില്ല, എന്നെ പേടിയാണ്. അല്ലാഹു അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണം നിങ്ങളെ. ഞാൻ വീട്ടിൽ പോയിരുന്നു. ഉസ്താദിന്റെ തങ്ങളുടെ അല്ലേ നമ്മൾ പോയിരുന്നു ഇവിടുത്തെ. അൽഹംദുലില്ലാ, തങ്ങളുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. തങ്ങളുടെ ആരായിരുന്നു ഉദ്ദേശം? അളിയാ പോയിരുന്നു. അൽഹംദുലില്ലാ, ഈ നാടിന് വേണ്ടി ഒരുപാട്, അൽഹംദുലില്ലാ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തുടക്കക്കാരൻ ഇവിടുത്തെ നെടുന്തൂൺ കാണാൻ പോയിരുന്നു. വീട്ടിൽ പോയപ്പോൾ അൽഹംദുലില്ലാ, വീട്ടിൽ പോകുമ്പോ ആ പഴയ സൈക്കിളും ആ ഷാളും തൊപ്പിയൊക്കെ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ബർസഖിയായ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇവിടുത്തെ മക്കൾ, മരുമക്കൾ അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുകയാ. ഓൺലൈനിലൂടെ വഅദ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അൽഹംദുലില്ലാഹ്, പടച്ചവനെ മദ്രസയുടെ പണിക്ക് വേണ്ടിയാണ്. നമ്മുടെ നാട് പോലെയല്ല, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു സദഖ കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതിനകത്ത് നമ്പരുണ്ട്. പടച്ചവനെ മനസ്സിലുള്ള നിയ്യത്തുകൾ ചെയ്തിട്ട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടൊരു സദഖ അൽഹംദുലില്ലാഹ്, ഒരു ചാക്ക് സിമന്റിന്റെ പൈസയാണെങ്കിലും അൽഹംദുലില്ലാഹ് നല്ല മനസ്സോടുകൂടി കൊടുത്തോ. അവസാനമല്ലാഹ് പടച്ചവനെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ, 12 ലക്ഷം സ്വലാത്ത് ഒരു സഹോദരി പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഇന്നത്തെ മജ്ലിസിൽ ഹദിയ ചെയ്ത് ദുആ ചെയ്യാൻ. സഫർ മാസമാണ്, റബീഉൽ അവ്വൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ആ സ്വലാത്ത് ഹദിയ ചെയ്യുന്ന മജ്ലിസാണ്. അവനവനെ കൊണ്ട് കഴിയുന്നത് കൊടുക്കൂ. അല്ലാഹു ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു,
പറയുന്ന സ്വഹാബ, നബിതങ്ങൾ സ്വർഗത്തിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു കൊട്ടാരം കാണുകയാണ്. സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാണ്. മലക്കുകൾ കാവല് നിൽക്കുന്ന കൊട്ടാരം, കാണാ മനോഹരമായ ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാ. മനോഹരമായ ശബ്ദത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പടച്ചവനെ, സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. നിബിതങ്ങൾ ചിന്തിക്കുന്നു, റബ്ബേ, നല്ല പരിചയമുള്ള ശബ്ദമാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വലിയ കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുന്നുണ്ട്. ആളെ മനസ്സിലാകണില്ല. നബിതങ്ങൾക്ക് പരിചയമുള്ള ശബ്ദം. ആളാരാണെന്നറിയുന്നില്ല. പക്ഷെ ആ ശബ്ദം കേൾക്കുമ്പോ നബിതങ്ങൾക്ക് നല്ല പരിചയമുള്ള ശബ്ദം. ആരാ അല്ലാഹ്? നബിതങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് മലക്കുകൾ പറഞ്ഞു കൊടുത്ത്, നബിയെ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയാണ് ഈ ഖുർആൻ ഓതുന്നത്. നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്റെ ഹാരിസാനെ? നബിതങ്ങൾ ചോദിക്ക, എന്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നബിയ. സഹാബിയെ, ആ സഹാബിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഈ സംഭവം ഇങ്ങനെ വിവരിച്ചു കൊടുത്തപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എന്ത് നന്മ ചെയ്തിട്ടാ ഹാരിസയ്ക്ക് പ്രതിഫലം കിട്ടിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മലക്കുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ സമയത്ത് മലക്കുകൾ പറയുകയാ, ഏതു മലക്കിനോട് ചോദിച്ചാലും ഹാരിസത്ത് ബിൻ നുഅ്മാനിന്റെ പേര് പറയും. കാരണം അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം നേരിട്ട് കൊടുക്കുന്ന സഹാബി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ സഹാബികളുടെ പ്രത്യേകത എന്താ? സ്വർഗത്തിലെ ഭക്ഷണം അല്ലാഹു നേരിട്ട് കൊടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ അല്ലാഹു ആദ്യം കഴിക്കാൻ തരുന്ന ഭക്ഷണം ഏതാ? സ്വർഗത്തിൽ ആദ്യം കഴിക്കാൻ തരുന്ന ഭക്ഷണം ഏതാ? മീനിന്റെ കരളാണെന്നാ പറയുന്നത്. എന്തിന്റെ കരള്? എന്തിന്റെ കരള്? അത് ചൂര വെട്ടുമ്പോ വെട്ടിക്കളയുമല്ലേ അല്ലെ? മീനിന്റെ കരളാണെന്ന് പറയുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നേരിട്ട് വാങ്ങിച്ചു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബിതങ്ങൾ ഇത് പറയുമ്പോ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ, ഈ സഹാബിക്ക് ഇത്രയും വലിയ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? കദാക്കൽ ബിർറു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തതുകൊണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തത് കൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരം കൊടുത്തത്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ, എനിക്ക് എന്റെ വാപ്പാനെയും ഉമ്മാനെയും വല്ലാത്ത ഇഷ്ടമാ. അപ്പൊ എനിക്കും കിട്ടുമോ ഈ പ്രതിഫലം? എനിക്കെന്റെ മാതാപിതാക്കളോട് വല്ലാത്ത സ്നേഹമാ, അതുകൊണ്ട് എനിക്കും കിട്ടുമോ? നാളെ അല്ലാഹ് എനിക്കും തരുമോ സ്വർഗത്തിലെ ഭക്ഷണം? ഇല്ല. സ്വർഗത്തിൽ കൊട്ടാരം കിട്ടും. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിനക്ക് ഭക്ഷണം നേരിട്ട് വാങ്ങണമെങ്കിൽ ആ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് 3 സ്വഭാവം ഉണ്ടായിരുന്നു. നമുക്ക് ആർക്കും ഇല്ലാത്ത 3 സ്വഭാവം ആ സഹാബിക്ക് ഉണ്ടായിരുന്നു. ഉള്ളവൻ രക്ഷപ്പെടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ സഹാബിക്ക് ഉണ്ടായിരുന്ന 3 സ്വഭാവം, ഈ 3 സ്വഭാവം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും അല്ലാഹു തരുന്ന ആളെ ഭക്ഷണം അല്ലാഹു വാങ്ങിച്ചു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു വാങ്ങിച്ചു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്നാമത്തെ സ്വഭാവം എന്താ? പാപ്പയോ ഉമ്മയോ ആരെങ്കിലും ജീവിച്ചിരിപ്പുള്ളവർ കൈവക്കുക. ഹയാത്തിലുള്ളവർ കൈവക്കാൻ. നിങ്ങളുടെ വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കടോ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം തന്റെ ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബി തന്റെ ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ സ്വന്തം കൈകൊണ്ട് ഒരു ഉരുള ഭക്ഷണമെങ്കിലും വാരി കൊടുത്തിട്ടുള്ള മക്കളൊന്ന് കൈവക്കിക്കേ.
പൊക്കണ്ട, അല്ലാഹു മന്ദിരമാറാകട്ടെ. നിനക്ക് ജന്മം നൽകിയ വാപ്പ, നിന്നെ നൊന്തു പ്രസവിച്ച ഉമ്മ, ഈ മാതാപിതാക്കൾക്ക് നിന്റെ ഈ പ്രായത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും നിന്റെ കൈ കൊണ്ട് ഒരു ഉരുളന്നല്ലേ പറയാ, ഒരു ഉരുള ഭക്ഷണം നീ വാരിക്കൊടുത്തിട്ടില്ലെങ്കിൽ നീ എന്തിനാ മോനെ ജീവിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതാ, സങ്കടം തോന്നരുത്. നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ഭാര്യക്ക് വാരി കൊടുത്തിട്ടുണ്ടോ? പിന്നെ എത്ര വട്ടം അല്ലേ? നീ നിന്നെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. നിന്നെക്കാളും നഷ്ടവാടി ഈ ലോകത്തുണ്ടോ? അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടെ നിന്നെ പെറ്റ ഉപ്പ, നിന്നെ ഉമ്മ, ചിന്തിക്ക്. നമ്മുടെ ഉമ്മായിക്കും വാപ്പായിക്കും സ്വന്തം കൈകൊണ്ട് ഒരിത്തിരി ഭക്ഷണം, ഒരിത്തിരി വെള്ളം അല്ലാഹ് ഈ പ്രായത്തിനിടയിൽ നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിനക്കിനി എന്നാ തിരിയുന്നേ? എങ്ങനെ തിരിയാനാ? ഉമ്മ ആരാന്നറിയണ്ടേ, വാപ്പ ആരാണെന്നറിയണ്ടേ? അവരാരാണെന്ന് അറിഞ്ഞാലല്ലേ നിനക്ക് അവരുടെ വില അറിയൂ. വാപ്പാന്റെ ഉമ്മാന്റെയും വില മനസ്സിലാക്കേണ്ട നിനക്ക്. എത്ര താത്താമാര് കൊടുത്തിട്ടുണ്ട് ആലേക്ക്. കെട്ടിയവന്റെ വായി കൊടുക്കുമല്ലോ ഭർത്താവിന്, ഇന്നാ തിന്നക്ക. എന്ത് തിന്നക്ക? സ്വന്തം ജന്മം നൽകിയ വാപ്പാനും ഉമ്മാനും കൊടുക്കാൻ പോക്കൊന്നും സമയമില്ലടോ. കാരണം അറിയണ്ടേ ഉമ്മ ആരാന്ന്. ഉമ്മയും വാപ്പയും ആരാണെന്നറിയോ? ഉമ്മ ആരാണെന്നറിയോ? ഉമ്മയുടെ വില എന്തെന്നറിയോ? ഉമ്മയുടെ മഹത്വം എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ? ഉമ്മാനോടാണോ ഉപ്പാനോടാണോ? ഉമ്മയോടാണോ ഉപ്പയോടാണോ? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മച്ചിയോടാ, നിന്റെ ഉമ്മാനോടാ. ഇനി ആരോടാ നബിയെ? നിന്റെ ഉമ്മാനോട്. ഇനി ആരോടാ നബിയെ? നിന്റെ ഉമ്മാനോട്. 3 വട്ടവും ഉമ്മ ഉമ്മ ഉമ്മ. ഇനി ആരോടാ? നിന്റെ വാപ്പയോട്. 3 പ്രാവശ്യമാണ് നബിതങ്ങൾ പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ. എന്തുകൊണ്ട്? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. പടച്ചവനെ 10 മാസം സഹോദര, നമ്മുടെ കുഞ്ഞിനെ ഒന്ന് തോളി വെച്ചാ കൈ കഴിക്കൂടെ നമുക്ക്? നമ്മുടെ മക്കള് നമ്മളൊന്ന് കൈ കൊണ്ട് പിടിച്ചോണ്ട് കിടന്നാൽ നമ്മുടെ കൈ കഴിക്കും. എന്നാ ഉമ്മ 10 മാസം ചുമന്നടോ. നടക്കാൻ വയ്യ, ഓടാൻ വയ്യ, കിടക്കാൻ വയ്യടോ. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. 10 മാസം നമ്മളെ ചുമന്നുകൊണ്ട് നടന്നത് നമ്മുടെ ഉമ്മയാ. അല്ലാഹുവേ, മരണത്തിന്റെ വേദനയും സഹിച്ചിട്ട ഉമ്മ നമ്മളെ പ്രസവിച്ച്. എന്ത് വേദന സഹിച്ചിട്ടുണ്ടാകും നമ്മുടെ ഉമ്മ. ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ സഹോദര, ഇന്നല്ലേ ഇതൊക്കെ. പടച്ചവനെ, ഇന്നത്തെ പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാ നീ ആലോചിച്ച് നോക്ക്. നിന്റെ ഭാര്യ ഗർഭിണിയായപ്പോ അനങ്ങരുത്, ബെഡ് റെസ്റ്റ്, കിടന്നോ, തിന്നാനുള്ളത് അവിടെ കൊണ്ടുതരും. 3 മാസം കൂടുമ്പോ ഓരോ മാസവും കൊണ്ടുപോകുന്നു, ഡോക്ടറെ കാണിക്കുന്നു, സ്കാൻ ചെയ്യുന്നു, എല്ലാം കൊടുക്കുന്നു. നിന്റെ ഉമ്മാക്ക് ഇതൊന്നും കിട്ടിയില്ല ചങ്ങാതി. ആ ഗർഭിണി ആയിരിക്കുമ്പോഴും ഉമ്മ വീട്ടു ജോലി ചെയ്തു. അല്ലാഹുവേ, നിന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞപ്പോ 40 ദിവസം സുഖവാസം. ഉമ്മ അടുത്ത ദിവസം ഇറങ്ങി ചോറ് വെക്കാൻ. ഉമ്മ ഒരു കഷ്ടപ്പെടുത്തില്ലടോ. ഉമ്മയുടെ നടുവിന്റെ വേദന എന്തുകൊണ്ടാ? അന്നാ കിടക്കാത്തത് കൊണ്ടാണ്. ഉമ്മയാണ് നമ്മൾക്ക് പാല് തന്നത്. മരണവേദനയുടെ വേദനയിൽ സഹിച്ചു ഉമ്മ പ്രസവിച്ചു. ഉമ്മാനെ നോക്കാൻ, എന്താ പറയാ, പ്രസവിച്ച് കിടക്കുന്ന ആളെ നോക്കാൻ ആളില്ലായിരുന്നു. ഉമ്മ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് നടന്നു. പരാതിയില്ല. ഉമ്മ പട്ടിണിയാണെങ്കിലും നിന്നെ ഉമ്മ പട്ടിണി കിട്ടിട്ടില്ല. നമ്മളൊന്ന് കരഞ്ഞ ഓടി വരും എന്റെ മോനെ എന്ന് പറഞ്ഞിട്ട്. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നമ്മളെ പാല് തന്ന് പോറ്റി വളർത്തി നമ്മുടെ ഉമ്മ. അതാണിവിടെ ഉമ്മ. വാപ്പായ്ക്ക് വിലയില്ല എന്നല്ലട്ടാ, ഉപ്പാന് വിലയില്ല എന്നല്ല. വാപ്പ ആരാ? പഠിക്കണം നമ്മൾ. ഉമ്മയാരെന്നറിയോ? ഉമ്മാടെ വാക്കിന്റെ വില എന്തെന്നറിയോ? ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടി, അള്ളാടെ മുമ്പിൽ നിസ്കരിക്കാൻ കെട്ടിയ കൈ അടിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? ഞാൻ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുക എന്റെ വീട്ടില്. ഉമ്മ ആരാണെന്ന് പഠിക്കണമെങ്കിൽ മനസ്സിലാക്കുക. ഞാൻ എന്റെ വീട്ടിൽ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ സിറാജെ,
എന്റെ ഉമ്മ വന്നിട്ട് വിളിക്കാം, മോനെ സിറാജ്, ആ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് എന്തേ ഉമ്മ വിളിച്ചത് എന്ന് ചോദിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ചാ എന്ത് ചെയ്യണം? ആ കൈ അഴിക്കണം. എന്തേ ഉമ്മ വിളിച്ചതെന്ന് ചോദിക്കണോന്നാ. അതാ ഉമ്മ. ആ ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ആ മക്കളെ സ്വർഗം കിടക്കണേ. വാപ്പാന് വിലയില്ല എന്നല്ല, വാപ്പ ആരാ? സ്വർഗത്തിന്റെ വാതിലാ ഉപ്പ. വിധങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ ഉപ്പ സ്വർഗത്തിന്റെ മധ്യവാതിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വാപ്പ വാതിലാണ്. എല്ലാ മക്കൾക്കും ഉമ്മാനെയാ ഇഷ്ടം, എല്ലാവർക്കും ഉമ്മാനെയാ ഇഷ്ടം. വാപ്പാനോട് ഇഷ്ടമില്ല, കാരണം തല്ലും, വഴക്കു പറയും. എല്ലാവർക്കും ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ ജീവനാ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഉമ്മയാണെന്ന്. അല്ലടോ, വാപ്പയാടോ. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നമ്മുടെ വാപ്പയാ. വഴക്കു പറയും, തല്ലും, ദേഷ്യപ്പെടും, വീടിനകത്ത് കയറി വാതിലടയ്ക്കും. എന്നാൽ രാത്രി ഉപ്പയ്ക്ക് ഉറക്കമില്ല. ഉമ്മ ചെല്ലുമ്പോ ഉമ്മ രാത്രി കിടക്കാൻ ചെല്ലുമ്പോ ഉപ്പ ചോദിക്കും, അവൻ വല്ലതും കഴിച്ചോ? ഞാനവനെ വഴക്ക് പറഞ്ഞടി, അവനെ തല്ലിയടി, നീ ഒന്ന് പോയി സമാധാനിപ്പിക്കും. ഇതാ ഉപ്പ. ഇതാണ് ഉപ്പ. നമ്മളെ വല്ലാതെ നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാ. നമുക്ക് വേണ്ടി തന്റെ ആയുസ് ഇന്നുവരെ ഉപ്പ മക്കളോട് സങ്കടം പറഞ്ഞിട്ടില്ല. ഉമ്മ മരണവേദനയെ കുറിച്ച് എപ്പോഴും പറയും. വാപ്പ എന്തിനും പറഞ്ഞിട്ടുണ്ടോ? വാപ്പ ഒന്നും പറയാറില്ലടോ, എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കും. അള്ളാഹു നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. മരിച്ചവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരു ഉപ്പായും ഉമ്മായും നിനക്കുണ്ടായിട്ട് നിനക്ക് പറ്റിയില്ലല്ലോ ചങ്ങാതി. നിന്റെ ജീവിതത്തിൽ നിന്റെ ഉപ്പാടെ വായിൽ, നിന്റെ ഉമ്മയുടെ വായിൽ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുവെക്കാൻ നിന്നെക്കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. ഇന്ന് മക്കള് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന കാലവാ. മാതാപിതാക്കളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാലം. ഒരു വിലയില്ലടോ ഉപ്പായ്ക്കും ഉമ്മായ്ക്കൊക്കെ. ഉപ്പാനും ഉമ്മാനെയും ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തവർ പ്രായമായി പോയില്ലേ? പ്രായമായി പോയില്ലേ? അവരെ തിരിഞ്ഞു നോക്കാത്ത മക്കളില്ലേ? എവിടെ ചെന്നാൽ എന്ത് കിട്ടാനാ? അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്ക്. എന്തു പറ്റി? നീ വിചാരിക്കുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഉമ്മാടെ ഉപ്പാടെ മനസ്സു വേദനിച്ചാൽ ഏത് കൊലകൊമ്പനാണെങ്കിലും താഴെ വീഴും. എത്ര വലിയ ആലിമാകട്ടെ, മഹാനാകട്ടെ, നിസ്സാരം മതികടോ. ഉമ്മാടെ മനസ്സ് വേദനിച്ച വല്ലാഹി നീ രക്ഷപ്പെടില്ല. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് അൽഖമ. നബി തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഷഹാദത്ത് കഴിയുമ്പോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പറയാൻ ആഗ്രഹമുണ്ട്, നാവ് പൊങ്ങുന്നില്ല നബിയെ, പറയാൻ പറ്റുന്നില്ല നബിയെ. അള്ളാന്റെ റസൂല് ചോദിച്ച ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ ഒന്നാമത്തെ ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ. എന്നാ പറ്റുമെങ്കിൽ വിളിച്ചോണ്ട് വാ. അൽഖമ റളിയല്ലാഹു തആല നബിന്റെ ഉമ്മ വന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉമ്മ, മോനുമായിട്ട് നിങ്ങൾ എങ്ങനാ? അൽഖമ എന്ന് പറയുന്ന സഹാബി പറയാ, സഹാബിയുടെ ഉമ്മ പറയാ, എനിക്ക് അവന് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയെ, എന്നെയും അവന് വല്ലാത്ത സ്നേഹമായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ജീവനായിരുന്നു. പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്റെ മോന്റെ സ്വഭാവം മാറി നബിയെ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഉമ്മാടെയും പരാതി അതല്ലേ, നമ്മുടെ ഉമ്മാന്റെ പരാതി അതല്ലേ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി നബിയെ. അൽഖമ എന്ന് പറയുന്ന സഹാബി എന്ത് കാര്യമുണ്ടെങ്കിലും ഉമ്മാന്റെ അടുത്തായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. തന്റെ ജീവിതത്തിലെ ഏത് കാര്യവും ഉമ്മാന്റെ അടുത്ത് വന്ന് പറയും, എന്നിട്ടേ വേറെ ആളോടും പറയൂ. അങ്ങനെ ആയിരുന്നു അൽഖമ. എന്നാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ആദ്യം പോയി ഭാര്യയോട് പറയും, പിന്നെ ഉമ്മാനോട് പറയും. ഇത് കാരണം ഉമ്മായിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. എനിക്ക് രണ്ടാം സ്ഥാനമായി പോയി നബിയെ, ഞാൻ അവനെ അങ്ങനല്ല വളർത്തിയത്. നബിതങ്ങൾ പറഞ്ഞു, ഉമ്മ ഷഹാദത്ത് കലിമ പറയാൻ പറ്റുന്നില്ല ഉമ്മ, പൊരുത്തം കൊടുക്ക്. ഇല്ല നബിയെ, ഞാൻ അവന് പൊരുത്തം കൊടുക്കൂല, കാരണം ഞാൻ അവനെ അങ്ങനെ വളർത്തിയതാ, അവനെന്നെ മറന്നു കളഞ്ഞു നബിയെ. ഉമ്മ പൊരുത്തം കൊടുക്കുമ്മ. ഇല്ല നബിയെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു. ഉമ്മ തയ്യാറായില്ല. അവസാനം പ്രവാചകൻ പറഞ്ഞു, വിറക് ശേഖരിക്കാൻ, കത്തിച്ചു കളഞ്ഞേരെ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവനെ എന്തിനാ തന്റെ പൊന്നാര മകനെ കത്തിക്കാൻ പറഞ്ഞപ്പോ നബിതങ്ങളോട് കരഞ്ഞുകൊണ്ടും പറയുക, കത്തിക്കല്ല നബിയെ, എന്റെ പൊന്നുമോനെ അവൻ എന്നോട് എന്ത് ചെയ്താലും എന്റെ മോനല്ലേ, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. അപ്പോഴാ ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങിയത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദര, നമ്മുടെ വാക്കുകൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. നിനക്ക് നിന്റെ വിചാരം നീ കൊടുത്താ ഉമ്മ കഴിക്കില്ല എന്നാണ്, നീ കൊടുത്താ നിന്റെ വാപ്പ കഴിക്കില്ല എന്ന് നമ്മുടെ വിചാരം. ചുമ്മാതാടോ. നമ്മൾ അവരുടെ ചാരത്തൊന്ന് പോകാൻ അവര് കാത്തിരിക്കാൻ. ഞാൻ എന്റെ ഉമ്മാന്റെ അടുക്ക പോയി ഈ ഹദീസ് വായിച്ചപ്പോ, എന്റെ ഉമ്മാന്റെ അടുക്ക പോയിട്ട് ഭക്ഷണം എടുത്തു വെച്ചപ്പോ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഞാനിത്തിരി വാരിത്തരട്ടെ. എന്റേടാ എന്ന് പ്രത്യേകത, ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം വാരിത്തന്ന അല്ല എനിക്ക് വാരിത്തരും. ഉമ്മ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം വാരിത്തന്ന നാളെ അല്ല സ്വർഗത്തിലെ ഭക്ഷണം എനിക്ക് വാരിത്തരും. എന്നാ ഇത് മുഴുവനും വാരിത്താടാ. ഇതാ ഉമ്മ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ അത്രത്തോളം നമ്മുടെ ഉമ്മയും ബാപ്പയും ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്നവര് കൊതിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അവരെ ഒന്ന് സ്നേഹിക്കാൻ. അല്ലാഹുവേ സഹോദര, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബി തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ സഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്തില്ലായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമ്മാന്റെ മുമ്പിൽ ആ സഹാബി ശബ്ദമുയർത്തികെട്ട് സംസാരിക്കത്തില്ല. നമ്മളോ നമ്മുടെ വീട്ടിൽ ഉമ്മായും ബാപ്പയും മിണ്ടത്തില്ലടോ. പേടിയാ നമ്മളെ. നമ്മുടെ ഉമ്മായിക്ക് നമ്മളെ പേടിയാ, നമ്മുടെ ഉപ്പയ്ക്ക് നമ്മളെ പേടിയാ. കാരണം നമ്മൾ പറയുന്നത് അവരനുസരിക്കേണ്ടത്. കാരണം നിനക്കിന്ന് പണമായല്ലോ, വണ്ടിയായി, വീടായി, പണമായി, സ്ഥാനമാനങ്ങളായി. അപ്പൊ ഉപ്പാനോടും ഉമ്മാനോടും പറയാ, വല്ലതും കഴിച്ചിട്ട് അടങ്ങി ഒതുങ്ങി വീടിനകത്തിരുന്നു കൊള്ളണം. ഉമ്മാന്റെ ജോലി ഏതാ, ഉപ്പാന്റെ ജോലി ഏതാ? മക്കള് ഭരിക്കുന്ന കാലം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു കാലഘട്ടം കടന്നു വരും. നബിതങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം കടന്നു വരും. മാതാപിതാക്കളെ മക്കള് ഭരിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നീയൊന്നും വളർന്നിട്ടില്ല. എത്ര വളർന്നാലും നിന്റെ ഉപ്പാനെ നിയന്ത്രിക്കാൻ, നിന്റെ ഉമ്മാനെ നിയന്ത്രിക്കാൻ നീയൊന്നും വളർന്നിട്ടില്ല മക്കളെ. പെങ്ങളെ, ഒരു പണക്കാരനെ ഭർത്താവായി കിട്ടിയപ്പോ നിനക്കുപ്പാനെ വേണ്ട, ഉമ്മാനെ വേണ്ട. എന്റെ ഈ നാട്ടിലെ ചെറുപ്പക്കാരാ, ഒരു സുന്ദരിയായ പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായി കിട്ടിയപ്പോ ഉമ്മാനെ മറന്നുപോയവന്, ഉപ്പാനെ മറന്നുപോയവന് ആ പാപങ്ങളെ നിനക്ക് സ്നേഹിക്കാൻ സമയമില്ല, ആ പാപങ്ങളെ തിരിഞ്ഞു നോക്കാൻ സമയമില്ല. പടച്ചറപ്പേ, ഇന്ന് നിനക്കവര് ഭാരമാണ്, ഇന്ന് നിനക്കവര് ഭാരമാണ്. റബ്ബേ, കുറ്റം പറയലാണ്. ഒരു പെണ്ണിനെ കിട്ടിയപ്പോ, കുറച്ച് കാശുണ്ടായപ്പോ, ഒരു 2 നില വീട് വന്നപ്പോ, റബ്ബേ നിന്റെ ഉപ്പാന് നിനക്ക് മറന്നുപോയി, നിന്റെ ഉമ്മാന് നിനക്ക് മറന്നുപോയി. നിനക്കവരെ ഖിദ്മത്ത് ചെയ്യാൻ, അവരുടെ പൊരുത്തം നിനക്ക് വേണമല്ലോ. അവരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. എന്തേ നീ മനസ്സിലാക്കാത്തത്? എടാ, നിന്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ നിന്റെ ഉമ്മാനെ നീ കുറ്റപ്പെടുത്തരുത്, നിന്റെ ഉപ്പാനെ നീ കുറ്റപ്പെടുത്തരുത്. സഹോദരാ, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാ, ഇന്ന് മനോഹരമായ ഒരു വീട്, ഓല ചെണ്ടെല്ലാം പോയടോ. തീറ്റ് ചുട്ടിക്കെട്ടിയ ഒരു ചെറിയ കുടിലായിരുന്നു നിനക്കുണ്ടായിരുന്നത്. അവിടെയാണ് ജനിച്ചു വളർന്ന് നടന്നത്. എന്നാ ഇന്ന് മനോഹരമായ ഒരു വാർപ്പ് വീട് നിനക്ക് കിട്ടി, സുന്ദരിയായ ഒരു ഭാര്യ നിനക്ക് കിട്ടി. പ്രായം ചെന്ന് നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, അവര് പ്രായം ചെന്നവരാ, അവര് രോഗം പിടിച്ചവരാ. അല്ലാഹുവേ, നിന്റെ ഉപ്പയെങ്ങാണം, നിന്റെ ഉമ്മയെങ്ങാണം വീടിനകത്ത് ബെഡ്റൂമിനകത്ത് കടന്നൊന്നു മലമൂത്ര വിസർജനം നടത്തിയാൽ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് നിനക്ക് വീടും കാറും പൈസയും ഒക്കെ ആയപ്പോ
നിന്റെ ഉപ്പ നിന്റെ ഉമ്മ നിന്റെ വീടിനകത്ത് കിടന്നിട്ട് അറിയാതെ ഒന്ന് മൂത്രം ഒഴിച്ചു, ഒന്ന് കാർക്കിച്ച് തുപ്പിയടോ, അറിയുന്നവര് ചെയ്യോ? ബുദ്ധിയുള്ള ഏതെങ്കിലും ഓർമ്മയുള്ള ഒരാള് കിടക്കുന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിക്കുവോ? അല്ലെങ്കിൽ ഒന്ന് റൂമിനകത്ത് തുപ്പുവോ? അവര് വിവരമുണ്ടെങ്കിൽ ചെയ്യില്ല, അവർക്ക് ബോധമുണ്ടെങ്കിൽ ചെയ്യില്ല. പക്ഷെ നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും പ്രായം ചെന്നിട്ട് ആ വയസ്സാം കാലത്ത് അവരൊന്ന് വീടിനകത്ത് മുറുക്കി തുപ്പി, അല്ലെങ്കിൽ ഒന്ന് മൂത്രമൊഴിച്ചു. നിന്റെ ഭാര്യ പറയാ എനിക്ക് നോക്കാൻ പറ്റൂല, എവിടെങ്കിലും കൊണ്ട് കളാ, എവിടെങ്കിലും കൊണ്ടുപോയി, എനിക്ക് പറ്റൂല. നിന്റെ ഭാര്യ പറയുമ്പോ ഉപ്പാന്റെ നേരെ കിടന്ന് ചാടുന്ന മക്കളുണ്ടോ? ഉമ്മാടെ നേരെ കിടന്നിട്ട് ചാടുന്ന മക്കളുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, നീ ഒന്ന് ചിന്തിക്ക്, നീ എത്ര വട്ടം മൂത്രം ഒഴിച്ചിട്ടുണ്ട് നിന്റെ ഉമ്മാടെ ശരീരത്ത്, നിന്റെ ഉപ്പാന്റെ ശരീരത്ത്? ഞാനും നിങ്ങൾ എത്ര വട്ടം മൂത്രം ഒഴിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം കാത്തിച്ചിട്ടുണ്ട്, ഉപ്പാന്റെ മുഖത്ത് തുപ്പിയിട്ടില്ലേ, ഉമ്മാടെ ശരീരത്തുകൂടെ ഛർദിച്ചിട്ടില്ലേ, ഉമ്മാനെ തല്ലിയിട്ടില്ലേ നമ്മൾ? എത്ര വേദനിച്ചാലും എന്റെ മോനെ എന്റെ മോളെ എന്ന് കെട്ടിപ്പിടിച്ചവല്ല നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ. നമ്മൾ എന്ത് ചെയ്താലും അവരുടെ ശരീരത്തിലൂടെ മൂത്രമൊഴിച്ചാലും മക്കളെ മക്കളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നവരാ നമ്മുടെ ഉമ്മയും ഉപ്പയും. അവര് നിന്റെ വീടിനകത്തൊന്ന് തുപ്പിയപ്പോ നിനക്ക് സഹിക്കുന്നില്ല, ഒന്ന് മൂത്രമൊഴിച്ചപ്പോ നിനക്ക് സഹിക്കണില്ല. കഴുകിയ പൂളരങ്ങാതി ഒന്ന് കഴുകി അത് വൃത്തിയാവൂലേ? ആ പാവങ്ങളുടെ മനസ്സ് വേദനിച്ച നീ എന്ന് രക്ഷപ്പെടും? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പെങ്ങളെ, ഒരു നല്ല ഭർത്താവിനെ കിട്ടിയപ്പോ ഉമ്മാനോട് നീ പറയുന്ന സംസാരമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഉമ്മാടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടാ പലരും സംസാരിക്കുക, സൂക്ഷിച്ചു എല്ലാണോ? ഉമ്മാനോടും ഉപ്പാനോടും നിങ്ങൾ സംസാരിക്കുമ്പോ അവരുടെ മനസ്സ് വേദനിക്കുമ്പോ നിങ്ങൾ ഓർത്തു വെച്ചോ, നിങ്ങൾ ചെയ്തതേ അല്ല നിങ്ങൾക്ക് തരൂ. എഴുതി വെച്ചോ, നിങ്ങൾ ഖുർആൻ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്തു ചെയ്യുന്നോ ആ ചെയ്തതേ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തിരിച്ചു തരൂ. അത് ആലിമായാലും ഹാഫിളായാലും ആരായാലും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉപ്പാനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരു വാക്ക് കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടോ? കാത്തിരുന്നോ, നിന്റെ മക്കളും നിന്നെ വേദനിപ്പിക്കും. നിന്റെ ഉമ്മാനെ നീ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? ഉമ്മാനെ കടിക്കാൻ കൈവക്കിയിട്ടുണ്ടോ? ഉമ്മാടെ നേരെ കിടന്ന് ചാടിയിട്ടുണ്ടോ? വളർത്തിക്കോ നീ വീട്ടില്. നിന്റെ മക്കൾ ഒരു ദിവസം നിന്നോടൊന്ന് തിരിച്ചു ചെയ്യും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരാ, കഴിയുമെങ്കിൽ ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഉപ്പാന്റെ റൂമിൽ പോകണം, ഉമ്മയുടെ റൂമിലൊന്നും പോകണം. ആ പാവത്തിന്റെ വായിലേക്ക് ഇത്തിരി ഭക്ഷണം. നാളെ നിനക്ക് ആയുസുണ്ടെങ്കിൽ ഉപ്പാന്റെ റൂമിൽ പോയിട്ട് ഉപ്പാനെ ഒന്ന് കെട്ടിപ്പിടിക്കണം നീ. നിന്റെ ഉമ്മ മുടിയൊക്കെ നരച്ചുപോയ, തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ നിന്റെ ഉമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ സഹോദര? ഈ അടുത്ത കാലത്തെപ്പോഴെങ്കിലും നിന്റെ ഉമ്മാനെ നീ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തിട്ടുണ്ടോ? നിന്റെ വാപ്പാനൊരു ചുംബനം കൊടുത്തിട്ടുണ്ട്. കാരണം പ്രായമായില്ലേ അവര്. കിളവീന്നാ വിളിക്കുക ഉപ്പാനെ. ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാ വിളിക്കുക? ഇതെന്റെ ഉപ്പയാ, ഇതെന്റെ ഉമ്മയാ എന്ന് മറ്റുള്ളവരോട് പറയാൻ ഇന്നത്തെ തലമുറ നാണം കിടുന്ന കാലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരാ, സമയം കിട്ടുമെങ്കിൽ ഉപ്പാന്റെ റൂമിൽ പോയി, രോഗം പിടിച്ചു കിടക്കുന്ന ഞാനിന്ന് നിങ്ങളുടെ മദ്രസയുടെ മുൻ പ്രസിഡന്റാണെന്ന് തോന്നുന്നു, ഞാൻ മറ്റേ ഷാഫിക്ക, ഇപ്പത്തെ പ്രസിഡന്റ്, ഞാൻ ഒന്ന് കാണാൻ പോയി. ഉപ്പാന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മകൻ. എത്രയോ പേരുടോ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. എല്ലാരും അങ്ങനെയല്ല. പക്ഷെ ചില മക്കൾ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ, അവരുമ്മാനെ ഉപ്പാനും ഒരു വിലയും കൊടുക്കുന്നില്ല, അവര് പറയുന്നതനുസരിക്കുന്നില്ല. കുത്തുവാക്കും പരിഹാസവും ചീത്തവിളിയും തല്ലാൻ കൈവരപ്പൊക്കുന്ന മക്കളുണ്ട്. അല്ലാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ആയുസുണ്ടെങ്കിൽ നാളെ രാവിലെ ഉപ്പാന്റെ അടുത്ത് പോ, ഉമ്മാന്റെ അടുത്ത് പോ. എന്നിട്ട് കാലും കയ്യുമൊക്കെ ഒന്ന് നെക്കിക്കൊടുക്ക്. ആ പാവത്തിനിടയ്ക്ക് പോയി കൈകാലുകൾ നെക്കിയിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പൊരുത്തം ചോദിച്ചോ നീയൊക്കെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉമ്മാനും ഉപ്പാനും ഭക്ഷണം വാരി കൊടുക്കണം. അവരുടെ മുമ്പിൽ ശബ്ദമുയർത്തരുത്. നീ എത്ര വലിയവനായാലും, നിങ്ങൾ എത്ര വലിയവനായാലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ സംസാരം ഉയർത്താൻ പാടില്ല. അതിനുള്ള അവകാശം പോലും നിനക്കില്ല. 3 ഹാരിസത്ത് ബിൻ നഅ്മാൻ എന്ന് പറയുന്ന സഹാബി, ഉമ്മാനെ കാണാൻ ആരെങ്കിലും വരും, ഉമ്മയെ കാണാൻ ആരെങ്കിലും വരും. വന്നിട്ട് തിരിച്ചു പോകുമ്പോ
ഉമ്മ കാണാതെ പുറകെ പോകും. ഉമ്മ കാണാതെ പുറകെ ചെന്നിട്ട് ചോദിക്കും,